സംസാരിക്കുന്നത്. ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുകയാണ്, എല്ലാവരും വളരെ ചിരിച്ചിട്ടാണ്. പിന്നെ സാറ് കുറെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ കൈയടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാനുണ്ടല്ലോ കൈയടിക്കുന്നതിൻ്റെ, നമ്മൾ ഈ കൈയടിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. നമുക്ക് ഈ കൊടുക്കാൻ കുറച്ചല്ലെങ്കിൽ മലയാളികൾക്ക് മടിയാണ്. നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഫാസ്റ്റാണ് അല്ലേ? സത്യത്തില് കൈയടിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, നിങ്ങൾ കൈയടിക്കുമ്പോൾ എനിക്ക് തരുന്നത് ഒരു അപ്രിസിയേഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ രണ്ട് കൈകൾ ഒരുമിച്ച് അടിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും, എനർജി ലെവൽ കൂടും. അപ്പോ എപ്പോഴെങ്കിലൊക്കെ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോ കണ്ട, ഞാൻ പറഞ്ഞേ നമ്മൾ മലയാളികൾക്ക് കിട്ടുമെന്ന് അപ്പൊ അവർക്ക് എന്ത് കിട്ടുമെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പൊ ഞാനിവിടെ കുറച്ച് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, എന്നേക്കാൾ ഒരുപാട് എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള, ഏജ് ഉള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. ഞാനിവിടെ മുരളി സാറിനെ സംസാരിച്ചു പോകുമ്പോ ഐ തിങ്ക് 40 years plus ഓഫ് എക്സ്പീരിയൻസ് ഇൻ LIC. അതായത് ഞാനിപ്പോ 34 ആയിട്ടുള്ളൂ. സോ ഹി ഈസ് സിറ്റിംഗ് ആൻഡ് ലിസണിംഗ് ടു മീ. എന്നോട് കേട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ബിഗ് റെസ്പെക്ട്. നമ്മളൊരു മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നറിയോ? പണ്ടൊക്കെ നമ്മൾ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, പഠിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനൊന്നും ചിന്തിക്കാറില്ല. അപ്പൊ എനിക്ക് ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു അഹങ്കാരം കയറി. ഇത് ഡിഗ്രി ആയി, ഞാൻ ഡിഗ്രിക്കാരിയായി എന്നൊരു തോന്നല്. പക്ഷെ എൻ്റെ MBA പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്നും അറിയില്ല, ഇനി വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ എന്നുള്ളത്. ലെസ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു സ്പീക്കറിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോട്ട് ഉണ്ട് കേട്ടോ. You are never too young to start teaching or never too old to stop learning. നിങ്ങൾ ഭയങ്കര ചെറുതാണ്, അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്നില്ല. ഞാൻ ഭയങ്കര വയസ്സായി, എനിക്ക് പഠിക്കണ്ടെന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രായം കൂടിയ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 70s ഉള്ള ആൾക്കാർ ഹാപ്പി. 70 വയസ്സുള്ള ഒരാൾ ഇപ്പോഴും എനിക്ക് ജീവിതത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം, വളരണം, ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയല്ലേ ആളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. നമ്മുടെ സക്സസ് എന്നുള്ളത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഇവിടെ സാർ ഒരു കാര്യം പറഞ്ഞു, നമ്പർ 1 ആയാൽ മാത്രമാണ് ഓർത്തു വെക്കുക എന്നുള്ളത് അല്ലേ? അതിനൊരു ബ്യൂട്ടിഫുൾ കാര്യം പറഞ്ഞാല്, എന്റെ കൂടെ പഠിക്കുന്ന എന്റെ ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ നമ്പർ 1 അല്ല, ഞാൻ നമ്പർ 1 അല്ല. പക്ഷേ എന്റെ ഇത്രയും കാലത്തെ ജീവിത എക്സ്പീരിയൻസ്, ഞാൻ ജീവിച്ചു വന്ന ഓരോ സ്റ്റേജിലും എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ നമ്പർ 1 ആണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്തു? എന്റെ ഈ ഒരു ക്ലാസിന്റെ ടാർഗറ്റ് എന്താണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് 5 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാമിൽ എന്നെ വിളിക്കണം കേട്ടോ. ഇതുണ്ടല്ലോ, നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇപ്പൊ എന്നെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ എന്റെ ട്രെയിനിങ് തുടങ്ങിയത് എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ്. 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്റെ MBA പഠിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് തന്നെ കുറച്ച് ക്ലാസ് ഒക്കെ എടുത്തു, അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ പഠിച്ച് മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു സെഷൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഒരു കോളേജിന്റെ ഓണർ ഉണ്ടായിരുന്നു. അപ്പൊ ഹി വാസ് റിയലി ഇംപ്രസ്ഡ് എന്റെ ക്ലാസ് കണ്ടിട്ട്. അപ്പൊ ആളെന്നെ പറഞ്ഞു, സാറിന് ഒരു കാര്യം ചെയ്യോ, ക്യാൻ യു ടേക്ക് എ ക്ലാസ്? എന്റെ കോളേജിൽ വന്നൊരു ക്ലാസ് എടുക്കുമോ? അപ്പൊ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയുള്ള ഒരു ക്ലാസ് ആണ്, സ്റ്റുഡൻസിനല്ല. കോൺഫിഡൻസ് എനിക്ക് മോശമൊന്നുമല്ലല്ലോ, അത് ആവശ്യത്തിന് കൂടുതലുണ്ടല്ലോ. ഞാനിങ്ങനെ വന്ന് അന്നത്തെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കൊരു 40 ടീച്ചേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൾസ് ഉണ്ട്, ഹെഡ് HODs എല്ലാവരും ഉണ്ട്. അപ്പൊ അതില് അന്ന് ഇത്ര വലിപ്പമൊന്നുമില്ല, കുറച്ചും കൂടി ഞാൻ കാണാനൊക്കെ ചെറുതാണ്. അപ്പൊ പ്രിൻസിപ്പൾ ചോദിച്ചു,
പ്രിൻസിപ്പൾ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ പറയുന്ന ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കാണാനുള്ള പ്രൊഫൈലൊന്നും ഒന്നും ആയിട്ടില്ല. അപ്പൊ പ്രിൻസിപ്പൾ ചോദിച്ചു, ട്രെയിനർ ഇവിടെ, ട്രെയിനറിനെ കാണില്ലല്ലോ എന്നാണ്. അപ്പൊ സർ ഞാനാ ട്രെയിനർ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് 23 വയസ്സായി എന്ന് പറഞ്ഞു. ഐ ഹാവ് 25 years of experience in teaching. എനിക്ക് 25 വർഷം പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നീ എന്താ കുട്ടി എന്നെ പഠിപ്പിക്കാൻ പോകുന്നത് ചോദിച്ചു. ചോദ്യം റെലവന്റ് അല്ലേ? എല്ലാവരും മുന്നിൽ വെച്ചാ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ സ്റ്റേജിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്റെ ഉള്ളിൽ വന്നൊരു ഉത്തരമാണ്, ഇത് പ്രിപ്പയർ ആയ ഉത്തരമൊന്നല്ല, ദൈവം ആ നേരത്ത് കിട്ടുന്നൊരു ഉത്തരമാണ്. ഞാൻ പറഞ്ഞു, സർ ഒരു ക്യാൻസറിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർക്ക് ക്യാൻസർ വന്ന് അയാൾ അതിന്റെ മരുന്ന് കണ്ടുപിടിച്ച് സ്വയം ചികിത്സിച്ചിട്ടല്ലല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അയാൾ ഒരു ഡോക്ടറായി പോയി പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പ്രാർത്ഥനയോട് കൂടി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നു, അത് ശരിയാവുന്നു എന്ന് പറയുന്ന പോലെ എന്റെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസുകളും എന്റെ പഠിപ്പും വിവരത്തിൽ നിന്നൊക്കെ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. ലോകത്തിൽ ഒരാളും മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടത് കൊണ്ട് നന്നായിട്ടില്ല. കേട്ട കാര്യം നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഡിസിപ്ലിൻ വരുമ്പോൾ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. നിങ്ങളിപ്പോ കൈയടിക്കുന്നത് ഞാൻ പുതിയ വിവരം പറഞ്ഞത് കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു കാര്യം എനിക്ക് അറിയാം എന്നുള്ളതിന്റെ അർത്ഥം ഞാനത് ചെയ്യുന്നു എന്നല്ല. നമുക്ക് എല്ലാം അറിയാം, ചെയ്യൂല. എത്ര പേര് ഇതിന് വായിക്കും? ഡെയിലി വായിക്കോ? വണ്ടർഫുൾ. വാട്സപ്പ് ഡെയിലി വായിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റും തോട്ട് പ്രോസസ്സും വളരെ ഹൈ ആയിരിക്കും. എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ഫീഡ് ചെയ്യുന്നു, എന്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അതാണ് നമ്മുടെ ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ എന്ത് ഏൺ ചെയ്യുന്നു എന്നുള്ളതുണ്ടല്ലോ, എങ്ങനെ ഒരു പോളിസി ക്ലോസ്, ബേസിക് സിമ്പിൾ ആണ്. ഞാനിപ്പോ LICനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ LICക്ക് ഒരു സെഷൻ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് വെച്ചിട്ടാണ്. ലുഗിയുടെ ഒരു സെഷൻ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര അറ്റൻറ്റീവ് ആണ്. അതായത് പഠിക്കണം, മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഒരു മോട്ടിവേഷൻ ടോക്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഇപ്പൊ എന്റെ കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ മെഴുകുതിരി കത്തിക്കാത്തുണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് എല്ലായിടത്തും കത്തിച്ച് പോവുകയാണ്. ഇന്ന് അങ്ങനത്തെ കുറച്ച് സ്പാർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഈ മെഴുകുതിരിയുടെ വെളിച്ചം, ലൈറ്റ്, തീയ് കെടാതെ കൊണ്ടുപോകാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇത് ഇങ്ങനെ പിടിച്ച് കാറ്റടിക്കാതെ, ഇപ്പൊ നമ്മള് ഭയങ്കര ഇൻസ്പയറായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടേ ഇനി മുതൽ എന്റെ ജീവിതം മാറാൻ പോകാന്ന് പറയുമ്പോ ഭാര്യ പറയും, നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല മനുഷ്യാന്ന് കേട്ടിട്ട് കാര്യമില്ല. അത് കേൾക്കരുത്. നിങ്ങൾ നിങ്ങളെ എന്ത് വിശ്വസിക്കുന്നു അതേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുള്ളൂ. നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? ഇപ്പോ അവിടെ ഒരു ആളുടെ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ, അവരോട് എല്ലാവർക്കും അസൂയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കുന്ന ഒരാള് എന്നുള്ളത്. ഞാൻ അവരെ കാണുന്നത്, ഇപ്പൊ ഞാനൊരു ഏജന്റ് ആണെങ്കിൽ ഞാൻ അവരെ കാണുന്ന രീതി എന്താണെന്നറിയോ? അവരെങ്ങനെ ഈ പോളിസി വിൽക്കുന്നു, അവരുടെ ടോക്കിംഗ് സ്റ്റൈൽ എന്താണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്കിൽ അല്ലേ? നമ്മൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഓറ ഉണ്ട്, ഒരു എനർജി ഉണ്ട്. ഇത് നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നൂലേ? ഭയങ്കര കാണുമ്പോൾ തന്നെ വി ഫീൽ ഗുഡ്. ചില ആൾക്കാർ നമ്മൾ എത്ര അറിയുന്ന ആൾക്കാർ അടുത്ത് വരുമ്പോഴും നമുക്ക് ക്ഷീണം. കാരണം അവരുടെ എനർജി ലെവൽ അസൂയ, കുശുമ്പ്, ദേഷ്യം, വാശിയൊക്കെ ആയിരിക്കും. പക്ഷെ ഭയങ്കര നല്ല എനർജി എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായി, പവർഫുൾ ആയി ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എനിക്കിത് ചെയ്യാൻ പറ്റും. ഏറ്റവും രസം എന്താണെന്നറിയോ? നമ്മൾ ഈ ലൈഫിൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ, സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോ വീഴ്ചയുടെ ആഘാതം കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും യു ആർ ഗോയിങ് ടു സേ
ഞാൻ പലപ്പോഴും കേട്ടിട്ട് ഈ MA യൂസഫ് അലിക്ക് എന്ത് സുഖാണ്. അയാളെ എപ്പോഴെങ്കിലും നമ്മള് യൂസഫ് അലി സാറിനെ നമ്മൾ മാളിൽ നടത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സുഖം. ഹീസ് എൻജോയിങ് മേക്കിംഗ് ഇറ്റ് അല്ലേ? ആ പാഷനിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെസ് ലെവൽ അത്രയും വരും. ഇപ്പൊ നമ്മളിവിടെ ഏൺ ചെയ്യണ ചേച്ചിയുടെ കഥ പറഞ്ഞില്ലേ, ആ മാമിന്റെ സ്ട്രെസ് അതിന്റെ പകുതി ഏൺ ചെയ്യണ ആൾക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ മോളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. അതായത് നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം പോയിട്ട് 6 പാക്ക് വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി എഫേർട്ട് ഇടണം. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഇതിൽ വരുന്ന എന്റെ പവർ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ജസ്റ്റ് എന്റെ ഒരു വെയിറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാല് ഞാൻ 98 kg വരെ എത്തിയിട്ടുള്ള ഒരാളാണ്. 98 kg ആഫ്റ്റർ മൈ ഡെലിവറി. എന്റെ കുട്ടി ഉണ്ടായതിനു ശേഷം എനിക്ക് 98 kg ഉണ്ടായിരുന്നു. 2 വർഷത്തിനുള്ളിൽ ഞാൻ ഇപ്പോ ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു 69 kg ആയിട്ടാണ്. അത് ഈസി ഒന്നും അല്ല. നമ്മുടെ മെറ്റബോളിസം മാറും, നമുക്ക് നമ്മളോടുള്ള സെൽഫ് കോൺഫിഡൻസ് പോവും, സെൽഫ് റെസ്പെക്ട് പോവും, ദേഷ്യം വരും, അതിന്റെ വിശപ്പോ ഫുഡ് വേറെ എവിടെയും കണ്ടാ പോലും വിശപ്പ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ എപ്പോ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ടോ, ദാറ്റ്സ് വേർ ദ മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു സിമ്പിൾ കഥ പറയാട്ടോ. സിമ്പിൾ ആയിട്ടുള്ളൊരു നമുക്ക് മനസ്സിലാവേണ്ട ഒരു കഥയാണ്. ഒരാള് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാവം എന്താ പറയാ പിച്ചക്കാരൻ ഇരുന്നിട്ട് പിച്ച ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിച്ച ചോദിച്ചിങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ ഒരു ബോക്സിന്റെ മുകളിൽ ഇരുന്നിട്ട് അയ്യോ വെള്ളം തരണേ എന്നിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ ആൾക്കാരൊക്കെ പോകുമ്പോൾ 1 രൂപ ഇട്ട് കൊടുക്കുന്നു, 2 രൂപ ഇട്ട് കൊടുക്കുന്നു. ചില ആൾക്കാരൊക്കെ പ്രായം കൊണ്ട് പോകുന്നു, ചില ആൾക്കാർ അവർക്ക് പ്രാപ്തി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് പൈസ എടുക്കുന്നു. അപ്പൊ ഒരാളുടെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ അയാളുടെ കയ്യിൽ പൈസ ഇല്ല. അയാൾ അവിടെ അടുത്ത് നിൽക്കുക. വീണ്ടും അയ്യോ എനിക്ക് എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ, വിശന്നിട്ടാണേന്ന് പറയും. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ദേഷ്യം വന്ന പിച്ചക്കാരനെ നോക്കി കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒന്നും ഇല്ല അങ്ങനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അയാൾ നോക്കിയപ്പോ പിച്ചക്കാരൻ ഒരു പഴയ ബോക്സിന്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ പിച്ചക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഈ ബോക്സിന്റെ ഉള്ളിൽ എന്താന്ന് ചോദിച്ചു. അതൊന്നും എനിക്ക് അറിയില്ല, ഇത് പണ്ട് മുതൽ ഈ ബോക്സ് ഇവിടെ ഉള്ളതാണ്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു പൈസ താന്ന് പറഞ്ഞു. അപ്പൊ ഈ ആള് പറഞ്ഞു, ഇല്ല ചേട്ടാ നമുക്ക് ഈ ബോക്സ് വെറുതെ തുറന്നാക്കിയാലോ. പിച്ചക്കാരൻ ഇരിക്കണ ബോക്സ്. അപ്പൊ പിച്ചക്കാരൻ എണീറ്റിട്ട് ഇങ്ങനെ പഴയ ഫുള്ള് പൊടിയൊക്കെ തട്ടിയിട്ടുള്ള ബോക്സാണ്. അതിങ്ങനെ തുറന്ന് നോക്കിയപ്പോ അതിൽ ഒരുപാട് പൈസയും ഒരുപാട് സ്വർണ്ണമുണ്ട്. ഇതിന്റെ മേളിൽ ഇരുന്നിട്ടാണ് ഇയാൾ അത്രയും കാലം പിച്ച ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇതില് പിച്ചക്കാരൻ എന്നുള്ളത് നമ്മളാണ്. നമ്മളാണ്. ഈ പ്രഷർ എന്നുള്ളത് നമ്മളുടെ ഹൃദയവും നമ്മളുടെ മനസ്സുമാണ്. ഇത് രണ്ടും അടച്ചു വെച്ചിട്ട്, ഈ അടക്കൽ എവിടെന്നാണെന്നറിയോ, നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ കാരണം നമ്മളെ കൊണ്ട് ഇതൊന്നും ആവൂല, പറ്റൂല. നിങ്ങൾ ഈ വെറുതെ റിസ്ക് എടുക്കാൻ പോകണ്ട, വെറുതെ ചേരണ്ട. എത്ര പേര് നിങ്ങളോട് പറഞ്ഞു വെറുതെ LIC ഏജൻസി ഒന്നും ആവണ്ട, വെറുതെ എന്തിനൊക്കെ കേട്ടിട്ട് വെറുതെ ഇതൊന്നും നടക്കൂല, എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. ആ സാധനം മാറണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ കുറിച്ച് വിചാരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ കാണുന്ന സ്വപ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നം ഉണ്ടോ? എല്ലാവർക്കും പവർഫുൾ ആയിട്ട് സ്വപ്നം ഉണ്ടോ? ഈ സ്വപ്നം റിയാലിറ്റി ആക്കാനുള്ള ടെക്നിക്ക് പറയട്ടെ. അതിന് മുമ്പ് ഞാൻ എന്റെ ഒരു കുഞ്ഞു കഥ പറയാട്ടോ. അതായത് നിങ്ങൾ എന്തിനാ എന്നെ കേൾക്കണം കൂടി ഇല്ലേ, എപ്പോഴാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞത് ആ ഒരു സാധനം ഉള്ളിൽ ഇടക്കിടക്ക് വരും. ഞാന് ദുബായിലാണ് പഠിച്ചു വളർന്നത്. അത്യാവശ്യത്തിന് നല്ല ഫാമിലിയിലാണ്. എൻ്റെ ഫാദർ ഒരു എഞ്ചിനീയർ ആണ്, മദർ ഒരു ടീച്ചറാണ്, ബിസിനസ് ഫാമിലിയാണ്. പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഒരു ചൈൽഡ് എന്നുള്ള നിലയിൽ ഞാൻ ഹാപ്പി ആയിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലാത്തതില്ല. കാറുണ്ട്, വീടുണ്ട്, നല്ല വീടുണ്ട്, നല്ല പാരൻസ് ഉണ്ട്, എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഹാപ്പി അല്ലാത്തതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഡിസ്ലെക്സി ഉണ്ടായിരുന്നു. ഡിസ്ലെക്സി എന്ന് വെച്ചാൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡിസബിലിറ്റി. അത് ചെറുപ്പക്കാർ കണ്ടുപിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എഴുതാനും ബുദ്ധിമുട്ടാണ്.
അപ്പൊ എല്ലാവരും എന്നെ നോക്കുന്നത് പഠിക്കാൻ മോശമായിട്ടുള്ള ഒരു കുട്ടി, പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടി. പിന്നെ നല്ല തടിയും ഉണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ വില്ലൻ ആരാന്നറിയോ? എന്റെ മനസ്സിൽ എന്റെ അനിയത്തി ഫസ്റ്റ് റാങ്ക് വാങ്ങി. അവളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇവളെ വെച്ച് കമ്പയർ ചെയ്യും. അവളെ കണ്ടുപിടിക്കുന്ന പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരാറില്ല ദേഷ്യം? ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിഷമം, സങ്കടം. എന്നാലും നമ്മളെ കുട്ടികൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ, നമുക്ക് ആ വിഷമം വന്നിട്ടുണ്ടെങ്കിലും. അപ്പൊ എന്റെ മനസ്സിൽ എന്നെ കുറിച്ചിട്ടുള്ള ഇമേജ്, ഐ ആം നോട്ട് ഗുഡ്, ഞാൻ പോരാ, എന്നെ കൂടെ നല്ലതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 11th പഠിക്കുമ്പോഴാണ് ഞാൻ താരെ ജമീൻ പർ എന്നുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ താരെ ജമീൻ പർ? അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വരികയായിരുന്നു. കാരണം അതിലത്തെ ആ കുട്ടിക്ക് ഒരു സിവിയർ ഡിസ്ലെക്സി ആയിരുന്നു. എനിക്ക് അത്ര ഒന്നുമില്ല, പക്ഷെ എനിക്ക് നന്നായി വരയ്ക്കാൻ പറ്റും. പക്ഷെ എനിക്ക് എം എന്ന് ഞാൻ അറിയാണ്ട് വായിക്കുക W എന്നാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോഴാണ് എനിക്ക് ഈ ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. പിന്നെ അതിനെങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് നോക്കി പതിയെ എന്റെ മൈൻഡ് സെറ്റ് മാറ്റാൻ തുടങ്ങി. അതായത് ഞാൻ തന്നെ വിചാരിക്കുന്നത് എന്താ, ഞാൻ പഠിക്കാൻ ഭയങ്കര മോശം. കാരണം എന്റെ ടീച്ചേഴ്സ് അങ്ങനെ പറയുന്നത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ 11th ഞാൻ വരക്കാൻ നല്ലതായിട്ട് എനിക്ക് ആർക്കിടെക്ട് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ എടുത്തത് സയൻസ് ഗ്രൂപ്പ് എടുത്തു. അപ്പൊ എന്റെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, മോളെ സയൻസ് എടുക്കണ്ട, മോള് തോക്കും, തോറ്റു കഴിഞ്ഞാൽ സ്കൂളിന് അതൊരു ചീത്തപ്പേരാവും തോന്നുന്നു. അപ്പൊ മേടിച്ചിട്ട് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. പക്ഷെ അത് ഞാൻ ഹാപ്പിയാണ്, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ മുന്നിലേക്ക് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ജീവിതത്തില് നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ആ വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പുസ്തകം എഴുതി 40,000 കോപ്പി അല്ലോ, ഇപ്പൊ 1.5 ലക്ഷം കഴിഞ്ഞു കോപ്പി സോൾഡാണ് ആ പുസ്തകം. അപ്പൊ അതായത് ഞാൻ ആ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് വലിയ കാര്യത്തിന് പബ്ലിഷറുടെ മുന്നിൽ പോകുമ്പോൾ പറഞ്ഞു, ഈ ബുക്കാരും വായിക്കൂല, നിങ്ങളത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് പബ്ലിഷ് ചെയ്ത ബുക്ക്. അപ്പൊ നമ്മളെ വിശ്വസിക്കപ്പെടാന്നറിയോ, നമ്മളെ വിശ്വസിക്കുമ്പോ ആ പുസ്തകം വായിച്ച മേജർ പബ്ലിഷേഴ്സ് ഒക്കെ പറഞ്ഞു, സാറേ ഈ ബുക്ക് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, അങ്ങനെ ആരും വായിക്കൂലെന്ന്. ഇനി ഈ ബുക്ക് ഇത്രയധികം സോൾഡ് ആകാനുള്ള കാരണം എന്താണെന്നറിയോ? സിമ്പിൾ ലാംഗ്വേജ് ആണ്. അപ്പൊ ഒരാള് നമ്മളിൽ കാണുന്ന ഒരു കുഴപ്പം അത് നമ്മളുടെ ക്വാളിറ്റിയുമാവാം. നമ്മൾ അത് എങ്ങനെ കാണണോ എന്നുള്ളതാണ്. നിങ്ങൾ പോളിസി സെല് ചെയ്യാൻ പോണ സമയത്ത് നിങ്ങൾ ആ പോളിസിക്ക് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പോളിസി എടുക്കുവോ? എനിക്ക് ഈ ബിരിയാണി തിന്നാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് വിൽക്കാം. എന്നോട് പറയാൻ ഈ മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ നടത്തിയാൽ ആരെയൊക്കെ നന്നായ ഒരാളെ എനിക്കറിയാം. ഞാൻ അതായത് ഞാൻ അത് കേട്ടുകൊണ്ടാണ് എന്റെ ചിന്തകൾ മാറ്റി തുടങ്ങിയത്. എന്നിൽ ഞാൻ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഒരാളുടെ സ്പീച്ച് കേട്ട്, എനിക്കിപ്പോൾ ഓർമ്മയില്ല, സ്ട്രോങ് സ്പീച്ച് കേട്ടിട്ടാണ് ഞാൻ എന്റെ ചിന്തകൾ മാറ്റി തുടങ്ങിയത്. അന്ന് മുതലാണ് വായിക്കാൻ തുടങ്ങിയത്. നമ്മൾ എന്താണോ നമ്മളുടെ തലയിൽ ഇടുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ റിയാലിറ്റി ആയിട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും സ്വപ്നം, നിങ്ങളുടെ ബുക്സ് ഒന്നും കൊടുത്തിട്ടില്ല, ബുക്സ് പേപ്പർ ഉണ്ടോ? ഞാനിപ്പോ ഡ്രീംസിനെ എങ്ങനെ റിയാലിറ്റി ആക്കാന്നുള്ളൊരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങള് ഇത് ഇപ്പൊ തന്നെ ഫുൾ എഴുതണമെന്നില്ല, പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗോൾ ഞാൻ പറയാം കേട്ടോ. പേഴ്സണൽ ഗോൾ എഴുതി കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ഗോൾ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? പേഴ്സണലി ഉള്ള എന്റെ 10 ഗോള് ഞാൻ അച്ചീവ് ചെയ്യാതെ LICക്ക് വേണ്ട ആരും അച്ചീവ് ചെയ്യൂല. നിങ്ങളുടെ പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ LICയുടെ എത്ര പോളിസി നിങ്ങൾ ക്ലോസ് ചെയ്യണം, ഇങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. മനസ്സിലാവുമല്ലോ? അപ്പോ ആദ്യം നമ്മളിപ്പോ ഒരു പേപ്പർ എടുത്തിട്ട്, സപ്പോസ് ദിസ് ഇസ് ദ പേപ്പർ, ഇവിടെ ഡ്രീംസ് എന്ന് എഴുതണം. ഫസ്റ്റ് ഡ്രീംസ്. എന്നിട്ട് ഒരു 10 സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതണം. 10 സ്വപ്നങ്ങൾ കേട്ടോ, സ്വപ്നമാണ് എഴുതേണ്ടത്.
ഇതിലൊരാളുടെ ഒരു സ്വപ്നം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആ നീല ചുരിദാറിലുള്ള ചേച്ചിയുടെ ഒരു സ്വപ്നം പറഞ്ഞു. റോയൽ സല്യൂട്ട്. എന്താ? റോയൽ സല്യൂട്ട്. കൊടുക്കും. റോയൽ സല്യൂട്ട് വില കുറഞ്ഞു. ആ വലിയ വശം. ഒന്ന് ഓൺ ചെയ്യണം, കേൾക്കുന്നില്ല. $1 million round table. $1 million round. Okay, great, wonderful. Now, എന്താ കൈയടിക്കാത്ത ഒരാളൊരു ഗോള് പറഞ്ഞിട്ട്? ഏറ്റവും രസമുള്ള കാര്യമുണ്ടല്ലോ, ഞാനിപ്പോ സ്വപ്നം ചോദിക്കുമ്പോ എല്ലാവരുടെയും സ്വപ്നം ഉണ്ട്, പക്ഷെ ആർക്കും കൂടെ പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ ആൾക്കാർ കളിയാക്കണമെന്നൊരു തോന്നൽ പെട്ടെന്ന് വരൂലേ, ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്നുള്ളത്. നമ്മളെപ്പോഴും മറ്റൊരാൾ സംസാരിക്കുമ്പോൾ കൈയടിക്കുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ മറ്റൊരാൾക്ക് അപ്രീസിയേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ അപ്രീസിയേഷൻ തിരിച്ചു കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എത്രത്തോളം നമ്മുടെ കൂടെയുള്ള ഒരു കൊളീഗ് ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുമ്പോൾ എത്ര പേര് നമ്മൾ അവരെ പോയി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്? എങ്ങനെ ഇത് അച്ചീവ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കാറുണ്ടാണ്, എന്റെ ഒടുക്കത്തെ ഒരു അഹങ്കാരം അവൻ ഇത്ര അച്ചീവ് ചെയ്തെന്ന് പറയാറാണോ? ദ മൊമെന്റ് നമ്മൾ മറ്റൊരാളെ ഒരു നെഗറ്റീവ് ഫീലിങ്ങോട് കൂടി നോക്കിയാല് നമ്മൾ ആ ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് ഒരു സ്റ്റെപ്പ് താഴ്ത്തു പോകും. പകരം നമ്മുടെ മുന്നിൽ കൂടുതൽ അച്ചീവ് ചെയ്ത ഒരാളെ ബ്ലെസ്സിങ്ങോട് കൂടി കാണുകയാണെങ്കിൽ അയാൾ ഇത് ചെയ്തു, അയാളിൽ നിന്ന് എന്തൊക്കെയും ഞാൻ പഠിക്കട്ടെ, ഞാൻ ഇതിലും ബ്യൂട്ടിഫുൾ ആയി ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുമ്പോ ഭയങ്കര രസമായിട്ട് നമ്മൾ അവിടെ എത്തും. സപ്പോസ് ഈ ഒരു ഡ്രീം എഴുതാൻ പറഞ്ഞതെടുത്ത് ഒരു ഡ്രീം, ഒരു കാർ വാങ്ങാന്നൊരു സ്വപ്നം. കാർ വാങ്ങാന്നൊരു സ്വപ്നം ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കാറിനും വിളിച്ചാ, എന്നാലും ഒരു അടുത്ത ലെവൽ കാർ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരാള്. ഓക്കെ, ആ പിങ്ക് ചേച്ചിക്ക് ഏത് കാർ വാങ്ങട്ടെ? കിയ കാർ ഏത് കളറ്? റെഡ് കളർ. മോഡൽ അല്ല, നമ്മൾ സ്വപ്നം കാണുമ്പോഴേ നമുക്ക് എന്തും സ്വപ്നം കാണാം. ആ സ്വപ്നത്തിന് എത്രത്തോളം ക്ലാരിറ്റി കൊടുക്കുമ്പോ അവിടെയാണ് ഗോൾ സെറ്റ് ആവുന്നത്. ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചി വർക്കിയ എന്താ വില? എത്ര? 20 15 ലക്ഷം. ഓക്കെ, അതറിയാം അല്ലെ? നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു സ്വപ്നം എഴുതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചോദിക്കുക എന്താണെന്നറിയോ? ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? ഹൗ, എങ്ങനെയെന്ന് അല്ലെ? എങ്ങനെ അച്ചീവ് ചെയ്യാം? ഈ എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേനും ചേച്ചിയുടെ മൊത്തം പ്രാരാബ്ദം ചേച്ചിക്കാണ്ട് ഓർമ്മ വരും. കുട്ടികളെ ഫീസ് അടക്കണം, വീടിന്റെ അതാക്കണം, ഇതാക്കണം, അവസാനം എന്തായാലും നടക്കൂല, സ്വപ്നം മാത്രമായി മാറും. അങ്ങനെയാണെങ്കിൽ തിരിച്ച് വൈ എന്നൊരു ചോദ്യം ചോദിക്കുക. വൈ? ഞാന് എന്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ ഫസ്റ്റ് കാർ വാങ്ങുന്നത്. 23-ാമത്തെ വയസ്സിൽ ഞാൻ ഈ കാറ് വാങ്ങുന്ന സമയത്ത് ഞാൻ 22 അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഡാഡി എനിക്കൊരു കാർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി പറഞ്ഞു, മോളെ കെട്ടിക്കുമ്പോ കാർ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കെട്ടിക്കുമ്പോൾ കാർ വേണ്ട, ഇപ്പൊ കാർ വേണം, എന്നാ നീ വാങ്ങിക്കോന്ന് പറഞ്ഞു. ഒരാള് വെറുതെ വാങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ട് എൻ്റെ ഒരു ഗോള് സെറ്റ് ചെയ്തു. എൻ്റെ ഗോള് അപ്പൊ ഞാൻ ഹോണ്ട ജാസ് ആണ് അന്ന് ഞാൻ കണ്ട ഫസ്റ്റ് കാർ. ഹോണ്ട ജാസ് ആണ് എൻ്റെ മനസ്സിൽ കണ്ട കാർ. അത് എഴുതി വെച്ചു. അതിന്റെ വില 10 ലക്ഷം. എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കണം? ഇത്ര. EMI ഇത്ര. വിത്തിൻ 6 months ഞാൻ ആ കാർ എടുത്തു. Because I had clarity of why. ആ why എന്താണ്? എനിക്ക് ബസ്സിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചു പോയി ട്രെയിനിന് പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു വില വരില്ല.
എനിക്ക് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകണം, എപ്പോഴും ഒരു ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ ഓടിക്കണത് റേഞ്ച് റോവർ ആട്ടോ. അപ്ഗ്രഡേഷൻ തോട്ട് പ്രോസസ് നമ്മൾ എത്രത്തോളം മോളിലേക്ക് വരുത്തുന്നോ അത്രത്തോളം ക്ലാരിറ്റിയും വഴിയും മുന്നോട്ട് വരും. ഇനി ഈ കഥയിൽ ഒരുപാട് വീഴ്ചയിരിക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കും എന്തായാലും അവളുടെ ജീവിതം ഒന്നുമല്ല. ഞാൻ ട്രെയിനിങ് ഒക്കെ എടുത്തു തുടങ്ങി ഭയങ്കര അടിപൊളിയെന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോ ഒരു അടിപൊളി ട്രെയിനിങ് ഓർഗനൈസേഷൻ കേരളത്തിൽ കൊച്ചിയിൽ വന്നു. അവര് ബിസിനസ്സുകാർക്ക് മാത്രം ട്രെയിനിങ് എടുക്കുന്നത്. ഇന്റർവ്യൂവിന് പോയി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ഉറപ്പായിരുന്നു കിട്ടും എന്നുള്ളത്, അത്ര എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ 23 വയസ്സുള്ള ഒരു കുട്ടി 45 വയസ്സുള്ള ആൾക്കാരോട് സംസാരിച്ച ഞാനും മോളെ കേൾക്കൂല എന്ന് പറഞ്ഞു. അവർക്കൊരു വാലിഡ് കാരണമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമായി, ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ ഇതൊരു പ്രൊഫഷൻ ആക്കണ്ട, വേറെ എന്റെ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ പോയി പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ അവിടെ പോയി തിരിച്ചു പോയിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല ട്രെയിനിങ്ങിന് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. സ്പ്രെഡിങ് റിച്ച്നെസ് എന്ന് പറയുന്ന ട്രെയിനിങ് ഓർഗനൈസേഷൻ ഞാൻ പോയി ഒറ്റയ്ക്ക് രജിസ്റ്റർ ചെയ്തു. ട്രെയിനിങ്സ് എടുക്കാൻ തുടങ്ങി. ജോഷ് ടോക്കിൽ എന്റെ ടോക്ക് വന്ന് അത്യാവശ്യം ഹിറ്റായപ്പോൾ ഈ ട്രെയിനിങ്ങിന്റെ കേരള ഡിവിഷനിൽ നിന്ന് എന്നെ വിളിച്ചു കിട്ടോ. അവരുടെ മെയിൻ ഡിവിഷൻ മുംബൈയിലാണ്. ആ മുംബൈയിൽ നിന്ന് ആ ഓർഗനൈസേഷന്റെ ചെയർമാൻ എന്നെ വിളിച്ചിട്ട് സാലക്ക് നമ്മളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മുടെ മുന്നിൽ ഒരു ഡോർ അടയുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കിയാലേ നമ്മുടെ ലൈഫ് മാറും കേട്ടോ. ഏത് ഡോറ് നമ്മുടെ മുന്നിൽ അടയുന്നോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നോ എന്നാണല്ലോ. ഇവിടെ നിങ്ങൾക്ക് എൻട്രി ഇല്ലാന്ന്. നോ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. നോ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഒരാള് 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തില്ല, സങ്കടപ്പെട്ടു പോണ നേരത്താണ് 20 ലക്ഷത്തിന്റെ പോളിസി അപ്പുറത്താണ് എടുക്കുക. അതായത് നമുക്ക് എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കൊരു 4 നോ ഒരുമിച്ച് വരുമ്പോ നമുക്ക് ഡെസ്പാവും. എല്ലാരും നോ. അപ്പൊ നോ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആവും. മിക്കവാറും ആൾക്കാർ ഫെയിലിയർ ഫേസ് ചെയ്യാനാണ് റെഡി ലൈഫിൽ. സക്സസ് ഫേസ് ചെയ്യാനല്ല, ഫെയിലിയർ ഫേസ് ചെയ്യാൻ. അതായത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു എക്സാം ഒക്കെ കഴിഞ്ഞാലേ ഞാൻ തോക്കൂല, ഞാൻ തോക്കും, ഉറപ്പാ ഞാൻ തോക്കും അല്ലെ. അതായത് കളിയാക്കൽ വരാതിരിക്കാൻ ആദ്യമേ പറയും എനിക്കിത് കിട്ടില്ലടാ. എത്ര പേര് എനിക്കിത് കിട്ടുന്ന ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്, ഞാൻ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. This is how you have to feed yourself. നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ. നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളെ കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ കുറിച്ച് നല്ല പറയും അല്ലേ. നമുക്കൊരു അസുഖമുണ്ട്, ഈ മറ്റുള്ളവരെ നോക്കിയിരിക്കല്. എന്താ ഒരു കാട്ടണി രണ്ടാമത് ശവരാൻ നടത്തുന്നതിനെ നോക്ക്. ഈ കാലത്ത് ഒരു പ്രേമിക്കാൻ തന്നത് ഒരു നമുക്ക് നമ്മളെ നോക്കാൻ നേരില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കി കുറ്റം പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ലൈഫിൽ വളരെ അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ ഡ്രീംസ് എഴുതി. ഈ ഡ്രീംസിനോട് വൈ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ വൈയിന് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഗോൾ ആവുള്ളൂ. എല്ലാ സ്വപ്നവും ഗോളല്ല. ഇപ്പൊ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, സാർ യുഎസിൽ പോയിട്ടുണ്ടോ? യുഎസിൽ പോയിട്ടുണ്ടോ? ഇല്ല. സാർ യുഎസിൽ പോവാത്തത് പൈസ കയ്യിലുണ്ടാണ്ടാവുന്നതൊക്കെ തോന്നുന്നില്ലല്ലോ. ഞങ്ങളും അതാണ് ഞാൻ സാറിന്റെ സ്വപ്നമല്ലേ പറയുന്നത്. സാറ് പോവാത്തത് അത് സാറിന്റെ സ്വപ്നം അല്ലാത്തോണ്ടാണ്. ചില ആൾക്കാരുണ്ട്, ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ടോ, US വിസ ഉണ്ട്, 10 വർഷമായിട്ട് US വിസ ഉണ്ട്, 10 വർഷത്തിലാണ് US വിസ. He haven't gone still. പൈസ ഉണ്ട്, എങ്ങനെ പോവാന്ന് അറിയാം, how to do ഒക്കെ അറിയാം. But why he didn't go? Because അത് ആളുടെ ഡ്രീം. ഒരു ആൾക്കോ പറഞ്ഞ ഒരു വിസ എടുത്ത് വെച്ചു, പക്ഷെ ആളുടെ ഗോൾ ആയിട്ടില്ല. ഗോൾ ആവണമെങ്കിൽ വ്യക്തമായ വൈ ഐ നീഡ് ഇറ്റ്, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളിൽ ഒരു ദൃഢമായ ധാരണ ഉണ്ടെങ്കിൽ അത് റിയാലിറ്റിയാണ്. അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഈ വഴി എഴുതി പിന്നെ എഴുതുന്നത്. അപ്പൊ ഈ 10 സ്വപ്നം ഉണ്ടെങ്കിൽ 5 എണ്ണത്തിനെ വൃത്തിക്ക് വഴിയിൽ ഉത്തരം കിട്ടുള്ളൂ.
പലതും വെറും വേഗമായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും, ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഓരോ വർഷത്തിലും നമ്മൾ പ്ലാൻ ഇട്ടില്ല. ഇനി ഗോളാക്കി കഴിഞ്ഞാൽ 5 ഗോളാക്കി കഴിഞ്ഞാൽ അതിവിടെ ടൈം ലൈൻ വെച്ച് ബ്രേക്ക് ചെയ്യണം. അതായത് എത്ര സമയത്തിനുള്ളിൽ കിയ വണ്ടി വാങ്ങണം, ഏത് കാലത്ത്, എത്ര വർഷത്തിനുള്ളിൽ വാങ്ങണം, അതിന് എത്ര പൈസ ഞാൻ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, ഈ ക്ലാരിറ്റി നമ്മൾ എഴുതി. മനസ്സെന്ന് വെച്ചാൽ എങ്ങനെയാന്ന് അറിയോ? മനസ്സിന്റെ ഉള്ളില് സപ്പോസ് നമ്മൾ ഈ മങ്കീനെ കണ്ടിട്ടില്ലേ, കൊരങ്ങന്മാരെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ പോണ വഴിയിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കില്ലേ, ഈ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു മങ്കി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് തിന്നാനുള്ള സാധനം ഇട്ട് കൊടുത്താൽ നിന്നോണ്ടിരിക്കും, പഴം ഇട്ട് കൊടുത്താൽ നിന്നോണ്ടിരിക്കും അല്ലേ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചാടി തിന്നോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനായി ഐഡലാക്കി പ്രത്യേകിച്ച് ഒന്നും ഇട്ടുകൊടുത്തില്ല എന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ മൈൻഡ് അറിയോ, ഞാനിപ്പോ ജീവിതത്തിൽ കുറെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടക്കണില്ല, ദൈവം എനിക്കൊന്നും വിധിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. എല്ലാ അപ്പുറത്തും ഇതൊക്കെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എനിക്ക് ആ ഭാഗ്യമില്ല. ഒരു നമ്മുടെ മങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭാഗ്യം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ ഭാഗ്യം നമുക്കുണ്ടാക്കാം. നമ്മളുടെ ഭാഗ്യം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് നമ്മുടെ തലയിൽ ഇട്ട് കൊടുക്കണം എന്നുള്ള വ്യക്തമായ ധാരണ വേണം. അതിങ്ങനെ കൈയടിച്ചേ. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പൈസ മുടക്കി എന്നോട് പരിധിച്ചിട്ട് എല്ലാരും ഒരു പോയിന്റെങ്കിലും കേട്ട് നന്നായില്ലേ, എങ്ങനെ ശരിയാവും? കാണാൻ പറ്റുള്ളോ? ആ അങ്ങോട്ട് പോകുന്നത് നിങ്ങളോട് ഇരിക്കും, കുറെ നേരം കണ്ടില്ല. അപ്പോ നമ്മുടെ ജീവിതത്തില് ഏതൊരു സ്വപ്നം ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഫഷണലിൽ വന്നിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു സാധനം, എല്ലാവരും വെൽ ഡ്രസ്ഡ് ആണ് അല്ലെ? നിങ്ങൾ എല്ലാവരും വളരെ വെൽ ഡ്രസ്ഡ് ആണ്. നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുക. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ നമ്മളെ തന്നെ നന്നായി നോക്കുമ്പോ. അപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് മാക്സി ഒക്കെ ഇട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് മേലൊക്കെ ചൊറിഞ്ഞിരിക്കണത്, ഇവിടെ വന്ന് ജീൻസ് ടോപ്പൊക്കെ നല്ല പവർഫുൾ ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് നമ്മളോട് തന്നെ ഞാനാള് കൊള്ളാറുണ്ട്, നമ്മുടെ മനസ്സിൽ നമ്മളോട് പറയും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എന്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മൾക്ക് എന്ത് സ്വപ്നം നമ്മൾ കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോ നമ്മളെ ഇഷ്ടമില്ലാത്തോണ്ടല്ല മോളെ ഇത് ചെയ്യണ്ടെന്ന് പറയണത്. നമ്മളിപ്പോ എല്ലായിടത്തും ചാടി വല്ല അതൊക്കെ ഒപ്പിച്ചേക്കണ്ടെന്നുള്ള സ്നേഹം കൂടുതലുകൊണ്ടാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ഫാമിലിയും നമ്മളെ കാണാൻ തുടങ്ങും, നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും. Now, mind is like a beautiful garden. നിങ്ങൾ പറമ്പ് കണ്ടിട്ടില്ലേ? സാധാരണ ഒന്നും ചെയ്യാത്ത പറമ്പുകളിൽ എന്താ ഉണ്ടാവുക? കുറച്ച് മരം ഉണ്ടാവും, കുറച്ച് പുല്ലുണ്ടാവും അല്ലെ? കുറെ പുല്ലുകളുണ്ടാവും, കുറച്ച് എന്താ പറയാ നല്ല ചെടികളുണ്ടാവും, കുറച്ച് ആവശ്യമില്ലാത്ത ചെടികളുണ്ടാവും, എല്ലാം കൂടി ഇങ്ങനെ കാടുകളുണ്ടാവും, കളറുണ്ടാവും, പാമ്പുണ്ടാവും, കുറച്ച് പൂച്ച ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും ഒരു പറമ്പാവുമ്പോ. പക്ഷേ നമ്മളിനി ആ പറമ്പ് ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തിട്ട്, ഒന്ന് മൊത്തം ക്ലിയർ ആക്കി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ലൈനില് നല്ല പൂക്കള്, അടുത്ത ലൈനില് നല്ല ഫ്രൂട്ട്സ്, ഒരു സൈഡിൽ ആപ്പിൾ, ഒരു സൈഡിൽ ഓറഞ്ച്, ഒരു സൈഡിൽ പേരക്ക ഒക്കെ നമ്മൾ നട്ടുവെക്കും വിചാരിച്ചു. ഇത് അങ്ങനെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരില്ലേ? ഇത് തന്നെയാണ് നമ്മുടെ മനസ്സ്. നമ്മൾ എത്ര വൃത്തിക്ക്, നമ്മൾ ഒരു ഗോൾ ഇട്ടില്ലെങ്കിൽ പറമ്പ് പോലെയാ. നമ്മുടെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ചു പോയ വിഷമങ്ങൾ, എന്റെ ജീവിതം ഇങ്ങനെ ആവാനുള്ള കാരണം എനിക്ക് നന്നായി പഠിക്കാൻ പറ്റിയില്ല, എന്റെ പാരന്റ്സ് എന്നെ ശരിക്കും പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു,
ഞാൻ പോളിസി എടുക്കാൻ പോകുന്ന ഒരാളും പോളിസി കറക്റ്റ് എടുക്കുന്നില്ല. അങ്ങനെ കുറേ കാരണം തന്നോണ്ടിരിക്കും. പക്ഷെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ, അതായത് ഒരു ഗാർഡൻ, അവിടെ കറക്റ്റ് എൻ്റെ പേഴ്സണൽ ഗോൾ ഇതൊക്കെ, പ്രൊഫഷണൽ ഗോൾ ഇതൊക്കെ, എൻ്റെ മക്കൾക്ക് ഞാൻ ഇത്ര സമയം, എൻ്റെ ഹസ്ബൻഡിന് ഇത്ര സമയം, വൈഫിന് ഇത്ര സമയം, പാരൻസിന് ഇത്ര സമയം, ഈ വ്യക്തമായ രീതിയിൽ നട്ടുവെച്ചാൽ ഗുണം എന്താണെന്നറിയോ? ഇതിന്റെ ഇടയിൽ വല്ല ഇത്തിക്കണ്ണി വളർന്നാൽ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. ഇത്തിക്കണ്ണി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നെഗറ്റീവ് തോട്ട്സ്. ഇത്തിക്കണ്ണി വെച്ചാൽ നെഗറ്റീവ് തോട്ട്സ് ഇല്ല. പക്ഷെ ഈ ഗാർഡന്റെ ഭാഷയിൽ ഞാൻ പറയുമ്പോ ഇത്തിക്കണ്ണിന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിലൊരു ഇത്തിക്കണ്ണി വന്നാൽ എന്താ ഉണ്ടാവുക? മരം പോയി പോകും. അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ ഒരു കോളേജാന്ന് വിചാരിച്ചു, കോളേജിൽ ഒരു ക്ലാസ് റൂം ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ 4 പേര് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ. ഈ 4 പേര് ഒരു കോളേജിലെ ക്ലാസ് റൂമില് 4 കുട്ടികൾ, ഈ 4 കുട്ടികൾ. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞേ. എവറസ്റ്റ്, ഗ്രൂപ്പ് എവറസ്റ്റ്. ഓക്കെ, ഈ ഗ്രൂപ്പിന്റെ പേരെന്താ? ഹിമാലയ, ആൽപ്സ്. അപ്പൊ ഫൈറ്റേഴ്സ് ടീമും എവറസ്റ്റ് ഗ്രൂപ്പും ഈ കോളേജിന്റെ വമ്പൻ 2 ടീമാണ്. എവറസ്റ്റ് ഗ്രൂപ്പും ഫൈറ്റേഴ്സ് ടീമും പവർഫുൾ ആയിട്ട് ടീമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എവറസ്റ്റ് ഗ്രൂപ്പ് പറയും, നമ്മൾ എവറസ്റ്റ് ആണ് ഏറ്റവും കൊടുമുടിയിലെ മുകളിലാണ് നിൽക്കുന്നത്, ഫൈറ്റേഴ്സിനൊന്നും തിരിഞ്ഞു എത്തി വന്നാൽ പോലും എത്താൻ പറ്റാത്ത റേഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ഫൈറ്റേഴ്സ് ഗ്രൂപ്പ് പറയും, എന്ത് എവറസ്റ്റ്, ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റാത്തൊരു സാധനം ലോകത്തിന്റെ. എവറസ്റ്റിന്റെ മുകളിൽ കയറാൻ പറ്റുന്നവരാണ് ഫൈറ്റേഴ്സ്. നമ്മളുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ നമ്മള് 2 ടീമായിട്ട് ഇരിക്കുമ്പോ, ഇനി കോളേജിലെ ഒരു സാധാരണ നല്ലൊരു ദിവസത്തെ ഒരു ബ്രേക്ക് ആട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇരുന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്നു, ബ്രേക്ക് ടൈമിൽ ഭക്ഷണമൊക്കെ കഴിച്ച്, അപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് പോയി, നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ച് പോയി. അപ്പൊ നമ്മുടെ ഫൈറ്റേഴ്സ് ഗ്രൂപ്പാണ് ഇന്നത്തെ എന്റെ ടാർഗറ്റ്. ഫൈറ്റേഴ്സ് ഗ്രൂപ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചേച്ചിന്റെ പേരെന്താ? ഷീന. ചേട്ടന്റെ പേര് ദേവരാജ്. ഓക്കെ, അപ്പൊ ഷീന ചേച്ചി അപ്പൊ ഇരുന്നിട്ട് നമ്മുടെ എവറസ്റ്റ് കുറിച്ച് കുറ്റം പറയുന്ന ടീമിൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഷീന ചേച്ചി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഷീന ചേച്ചിയെ കൈ കഴുകിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ദേവരാജ്, ശ്രീജിത്ത്. അപ്പൊ ദേവരാജ് ഏട്ടനും ശ്രീജിത്ത് ചേട്ടനും ഈ ചേച്ചിയും കൂടി സംസാരിക്കുമ്പോ ദേവരാജ് ഏട്ടൻ പറഞ്ഞു, ഇപ്പൊ ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ട് ഇവൾ കൈ കഴുകാൻ പോയിട്ടാണല്ലോ, കൈ കഴുകാൻ പോയതായി നമ്മൾ സ്വഭാവം പറഞ്ഞു. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു, എനിക്കൊന്ന് തോന്നി, ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ എന്നാണ്. ചേച്ചിയാണെങ്കിലോ കൊറേ കാലം എനിക്കത് തോന്നുന്നത്, പിന്നെ നിങ്ങളവിടെ എങ്ങനെ പറയാന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടിയിട്ടാണ്. അപ്പൊ ചേച്ചി ഈ ടീമിലെ ചേച്ചിയാ, നിങ്ങൾ ആലോചിക്കണോ, ഒരു ടീമാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ്. കൈ കഴുകി വരുമ്പോഴും ചേച്ചി ചോദിച്ചു, നോക്ക് അവിടെ നടത്തി തന്നെ ഒരു അഹങ്കാരല്ലേ. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മളുടെ പെർസെപ്ഷൻ മാറുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ഈ ദേവരാജേട്ടൻ ഈ തിരി കത്തിച്ചപ്പോ, തിരി ഒന്ന് ഞാൻ കത്തിച്ചോട്ടെ, അതായത് ഒരു ചെറിയ വ്യത്യാസമല്ലേ ചോദിച്ചുള്ളൂ. അപ്പൊ അപ്പുറത്തൊരു എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോ ചേച്ചി 2 എണ്ണ ഇട്ട് കൊടുത്തു. ആളിക്ക ഇതിലെന്താ പ്രശ്നം അറിയോ? നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയാണ് കുറയണത്. ദേവരാജന്റെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന സുഖത്തിന് വേണ്ടി വെറുതെ പറഞ്ഞതെന്നുള്ളൂ. നമുക്കൊരു സുഖമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, ഒരു സുഖം വരുമല്ലോ. അത് നമുക്ക് എത്താൻ പറ്റണില്ല, അവരെത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ട് വായിച്ചേ, നമുക്കൊരു സാധനം ഒരാള് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഒരാള് പുതിയ കാറ് വാങ്ങിയിട്ട് വരുമ്പോഴേ ആരെങ്കിലും എന്തപ്പോ അവന്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അസൂയാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സാധനം. കുറച്ച് നമുക്കത് അഫോർഡ് ചെയ്യാനുള്ള പൈസ വന്ന് കഴിയുമ്പോ അത് നമുക്ക് തോന്നും ലൈഫ് ഗ്രീഡ് അപ്ഗ്രേഡേഷൻ ആണ്. നമ്മുടെ ലൈഫ് ഗ്രീഡൊക്കെ മുകളിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരാളോട് അസൂയ തോന്നണത്, നിങ്ങൾക്ക് ആർക്കും എന്നോട് അസൂയ തോന്നില്ല, കാരണം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് അസൂയ തോന്നുന്ന തൊട്ടപ്പുറത്തുള്ള ആളാണ് അല്ലേ? നമ്മളെപ്പോഴും ഷാറൂഖ് ഖാൻ എന്തൊക്കെ ഇങ്ങനെ അല്ലേ
ഞാൻ എങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും. ഇപ്പൊ എന്നോട് ആരെങ്കിലും വേറൊരാളടുത്ത് കുറ്റം പറയുമ്പോ ഞാൻ ആദ്യം ആലോചിക്കുക എന്താണെന്ന് അറിയോ, ഞാനില്ലാത്ത നേരത്തെ എന്നെ കുറിച്ചും ഇതന്നെ ആയിരിക്കുമല്ലേ ആലോചിക്കുമ്പോ ഞാൻ എന്താ ചെയ്യാന്ന് അറിയോ, ഈ തിരി ഇങ്ങനെ കത്തിക്കുമ്പോ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കും. എനിക്കത് തോന്നില്ല. അവിടെ അഹങ്കാരല്ലേ ചോദിച്ചപ്പോ ഞാൻ നിനക്ക് വെറുതെ തോന്നിയതാവൂല, എനിക്ക് തോന്നില്ല. ഇനി നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ആ ചേച്ചിയുടെ യഥാർത്ഥമായ ഒരു പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരെ പേഴ്സണലായി വിളിച്ചിരുത്തിയിട്ട് നീ ഈ ചെയ്തത് ശരിയായില്ല, എനിക്കത് അത്ര ശരിയായി തോന്നിയില്ല, അല്ലെങ്കിൽ നീ ഒന്നത് കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ എനിക്ക് വിഷമാവണമെന്ന് പറയും. പകരം നമ്മളെന്ത് അറിയോ, ബെസ്റ്റ് ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞാൽ വിഷമാവില്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രം പറയാതെ നാട്ടുകാരോട് മൊത്തം പറയും. നാട്ടുകാർ പോയി അവരോട് പറയും. അങ്ങനെ ആ ബന്ധം ജീവിതകാലത്തിന് മൊത്തമായിട്ട് പോകും. നമ്മളുടെ മനസ്സ് ഇതിനാണ്. അപ്പൊ നമ്മൾ പറയും ഇത്തിക്കണ്ണി എന്നതിന് പറയാം. അതായത് ഇത് വളരും തോറും നമുക്ക് നമ്മളുടെ ഗോളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു മാസം ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങളുടെ ലെവലിൽ തന്നെ ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ഇത്ര ലെവലിൽ എത്തിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ നേരെ ഡബിൾ അച്ചീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ തന്നെ ഉണ്ട്. ആകെ മാറ്റേണ്ടത് നിങ്ങളുടെ ചിന്താ സ്റ്റൈലാണ്. ഇപ്പൊ ഞാൻ ബേസിക്കലി ട്രെയിനിങ് അല്ലെങ്കിൽ ഐ മീൻ ടു ജ്വല്ലറി ഫീൽഡ്, ഞങ്ങൾക്ക് 7-8 ജ്വല്ലറികളുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളുടെ മാനേജർമാരുണ്ടല്ലോ, GM-ലൊക്കെ സാലറി മാറ്റിയിട്ട് കമ്മീഷൻ ആക്കി. ഭയങ്കര എതിർപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കൂല, തിരിഞ്ഞു പോവുകയാണെന്നുള്ള എതിർപ്പ്. ഇപ്പൊ 50,000 വാങ്ങിയിരുന്ന GM 1.5 ലക്ഷം വാങ്ങണം കമ്മീഷൻ. നിങ്ങളുടെ ഫീൽഡിലുള്ള ഏറ്റവും രസം എന്താണെന്നറിയോ, നിങ്ങൾ ഏത് റേഞ്ചിൽ ഏൺ ചെയ്യണമെന്ന് വിചാരിച്ചാലും മോളിലേക്ക് പോവാനുള്ള സ്റ്റെപ്സ് ഫ്രീ ആണ് അവിടെ, അല്ലേ? നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ ആ റേഞ്ചിൽ ഇപ്പൊ നിങ്ങൾ 10 പേര് ഒരു ദിവസം കാണുന്നുണ്ടെങ്കിൽ അതെങ്ങനെ 20 പേരാക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പൊ ഞാൻ LIC-നെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ എന്താ അതിന്റെ കോർ വാല്യൂ, നമ്മളുടെ ലൈഫ് സേഫ് ആക്കി മാറ്റുക. ഒരു കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്, നമ്മളുടെ ലൈഫ് സേഫ്. എന്റെ തന്നെ ഫാമിലിയിലുള്ള അത്യാവശ്യം വെൽ ഓഫ് ആയിട്ടുള്ള ഒരാള്, അതായത് അന്ന് പോളിസി എടുക്കുന്ന സമയത്ത് അന്ന് ഏജന്റ് ഉണ്ടല്ലോ, അയ്യോ സാർ ഒരു പോളിസി എടുക്കേണ്ട ടാർഗറ്റ് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു പറച്ചിലില്ലേ, ആ ഒരു പറച്ചിൽ കേട്ട് എടുത്തൊരു പോളിസിയാണ്. പക്ഷേ ആ ആളുടെ കുട്ടിക്ക് 18 വയസ്സായ സമയത്ത് ആ ബിസിനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈമാണ്. പക്ഷെ അപ്പൊ ആ പോളിസിക്ക് പൈസ കിട്ടിയത് കൊണ്ട് സുഖമായിട്ട് അവർക്ക് ആ ഫീസ് അടക്കാൻ പറ്റി. സോ ഏത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, പുവർ ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ഇത് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ആ പോളിസി ക്ലോസ് ആവുന്നത്. നിങ്ങൾ എത്ര രസമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്രത്തോളം അതിന് വിശ്വാസമുണ്ട്, അത് എത്ര ബ്യൂട്ടിഫുൾ ആയി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇനിയിപ്പോ പോട്ടെ, നമ്മളിൽ തന്നെ വർക്ക് ചെയ്യാൻ തന്നെ മേജേഴ്സ് ആണല്ലോ. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ മങ്കിക്ക് അന്ന് ഇട്ട് കൊടുത്ത തോട്ട്സ് അതാണ്, ഈ കുറച്ച് നല്ല ചിന്തകളാണ് ഇന്ന് ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ആ ദിവസത്തെ മൊത്തം വാക്കുകളിലും വർത്താനത്തിലും എന്തെങ്കിലും അതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും. അപ്പോ ഇപ്പൊ നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അയാൾ പോളിസി എടുത്തില്ല എന്ന് വിചാരിച്ചോ, പക്ഷെ അവർക്ക് എന്താ ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയോ, അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ടോ, ആ എനർജി ലെവൽ നിങ്ങളുടെ മുഖത്തുണ്ടാവണം, ആ സ്മൈൽ നിങ്ങളുടെ മുഖത്തുണ്ടാവണം, ആ പവർ നിങ്ങളുടെ മുഖത്തുണ്ടാവണം. നമുക്ക് എപ്പോഴും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ചിരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമല്ലേ? ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ ചിരിക്കാന്ന് വിചാരിച്ചാൽ ചിരി വരൂല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഇവിടെ നിന്ന് കേറിയത് മുതൽ ഈ സംസാരിക്കുന്ന നേരം വരെ എന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്, ഇല്ലേ? അവിടെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ പോലും എന്റെ മുഖത്ത് ആരൊക്കെ നോക്കിയോ അവർ വിചാരിക്കും
എന്നെ നോക്കിയിട്ടാണോ ചിരിക്കണത്, എന്നെ നോക്കിയിട്ടല്ലേ ചിരിക്കണത്? അതെന്റെ ഉള്ളിൽ എന്റെ മനസ്സ് ഞാൻ തുറന്നു വെക്കുകയാണ്. നമ്മള് മനുഷ്യർക്ക് ഏറ്റവും ഉള്ള ഒരു ക്വാളിറ്റിയും പലപ്പോഴും ChatGPT ഒക്കെ വന്നപ്പോ ഞാൻ സാറിനായിട്ട് സംസാരിക്കുകയായിരുന്നു. ഈ ChatGPT അല്ലെങ്കിൽ AI യിലൊക്കെ ആൾക്കാർ ഭയങ്കര അഡിക്റ്റഡ് ആവുകയാണ്, ഇമോഷണലി ഡിപ്പെൻഡന്റ് ആവുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ലോൺലിനെസ്സും ഡിപ്രഷനും ഒക്കെ ഭയങ്കര കൂടുതലാവുകയാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ വിഷമം സംസാരിക്കണില്ല പഴയ പോലെ. നമ്മൾ കൂടുതൽ മൊബൈൽ നോക്കിയിരുന്ന് റീല് കണ്ടൊക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ തീരണില്ലല്ലോ, പ്രശ്നങ്ങൾ കിടക്കല്ലേ. നമ്മുടെ മനുഷ്യരുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്താണെന്നറിയോ? ഒരു വ്യക്തി മനസ്സ് തുറന്ന് മറ്റൊരാളെ കേൾക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ആളുടെ പകുതി പ്രശ്നം അവിടെ സോൾവ് ആണ്, അല്ലേ? ആത്മാർത്ഥമായ ഒരാള് ആണോ, അയ്യോ അതങ്ങനെ സംഭവിച്ചു, സാരല്ലടാ, നിനക്കതിന് പുറത്തേക്ക് വരാൻ പറ്റും, ഒരു സൊല്യൂഷനും കൊടുക്കണ്ട. നമ്മൾ ഒരാളെ മനസ്സിലാക്കണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന്റെ പകുതി ഭാരം ഒഴിവാകും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാരെ നെറ്റികൾ ചുളുങ്ങിയിരുന്നത് ഇപ്പൊ കുറെയൊക്കെ ഫ്രീ ആവണുണ്ട്. കുറച്ചേരം ചിരിക്കുമ്പോ, അല്ലെ, കൈയടിക്കുമ്പോ, അതായത് നമ്മൾ എപ്പോഴും ലൈഫിൽ ഹാപ്പി ആവാറില്ല. ചില ദിവസമൊക്കെ എനിക്ക് വൈകടിക്കണ്ടാന്ന് തോന്നുന്ന ദിവസം വരും. എന്നാലും ഞാൻ എന്നെ നിർബന്ധിച്ചിട്ട് എണീപ്പിക്കും. കുറച്ച് പണികൾക്ക് തീർക്കാൻ ഒറ്റ പുറത്തൊക്കെ ഒറ്റ ഓട്ടമാണ് നടക്കാന്. ആ നടന്നോട്ട് വരുമ്പോ എന്തോ ഒരു സാധനം വീട്ടിൽ വരും. എന്നിട്ട് പിന്നെ സ്ലോലി നമ്മൾ ഓരോ പണികൾ തീർക്കും. എത്ര ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിലും ചില ദിവസങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദ ഹോൾ ലൈഫ് ഈസ് ഗോൺ. ഇറ്റ്സ് എ ഡേ, ഒരു മൊമെന്റ് ആണ്. അത് നമ്മൾ വിട്ട് കളഞ്ഞ് അടുത്ത സാധനത്തിലേക്ക് എപ്പോ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മനസ്സെവിടെ കിടക്കാന്നറിയോ? എന്നാലും എന്നോട് അത് ചെയ്തല്ലോ, അല്ലെ? പലപ്പോഴും നമുക്ക് ആലോചിക്കാൻ, എന്നോട് എന്നാലും എങ്ങനെയാണോ ചെയ്തത്, എനിക്കത് ഭയങ്കര വിഷമായി. ആ ചിന്ത നമ്മൾ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ വിട്ട് കളയാൻ പറ്റിയുണ്ടല്ലോ, ഫ്യൂച്ചർ അടിപൊളി. ക്ഷമിക്കാൻ പറ്റാന്നുള്ളത് നമ്മുടെ മൈൻഡിനെ കുറിച്ച് ഞാൻ എത്ര നേരം സംസാരിച്ചല്ലോ. മൈൻഡ് എങ്ങനെ നമ്മൾ തോട്ട്സ് കറക്റ്റ് ചെയ്യണം, പവർഫുൾ ആക്കണം. ഇനി ഹാർട്ട് നേരാക്കാണ്ട് മൈൻഡ് എത്ര നേരാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഈ ഹാർട്ടില് മൂന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എന്താഗ്രഹിക്കണോ അത് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗിലെ ഫീലിംഗ് നമ്പർ 1 ക്ഷമിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ക്ഷമിക്കുക. ആരോടാ നിങ്ങൾ ആദ്യം ക്ഷമിക്കേണ്ടതെന്ന് അറിയാം? നമ്മളോട്. ഈ ലോകത്ത് വേറെ ആരും അറിയാതെ നമ്മൾക്ക് മാത്രം അറിയാവുന്ന നമ്മൾ ചെയ്ത ചില കുരുത്തക്കേടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. നമ്മൾ ഫോർഗീവ് ചെയ്തില്ലേക്കുള്ള കുഴപ്പം എന്താണെന്നറിയോ? നമുക്ക് മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമുക്കത് തെറ്റാണെന്ന് മനസ്സിലായാൽ നിങ്ങളുടെ ഉള്ളിൽ നന്മ ഉള്ളതുകൊണ്ടാണ്. നന്മല്ലാത്തൊരു മനുഷ്യൻ തെറ്റാണെന്ന് മനസ്സിലാവില്ലല്ലോ. ഒരാള് ഞാനൊരു തെറ്റ് ചെയ്യാൻ പോകുന്നിട്ട് മറ്റൊരാൾ അടിക്കൂല. അയാളുടെ ശരിയാണെന്ന് വിചാരിച്ചാൽ നേരത്തെ ചെയ്യണത്. നമ്മളുടെ ബോധം നമ്മളെ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ലെവലിൽ വളരുകയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ തന്നെ നമ്മളോട് അറിഞ്ഞോ അറിയാതെ തെറ്റുകളോട് ക്ഷമിക്കണം. 2, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, കേട്ടില്ലേ? ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല. ക്ഷമിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? സപ്പോസ് നമ്മുടെ ഈ നീലചക്ര ചേട്ടന്റെ പേരെന്താ? രവീന്ദ്രൻ നായർ. രവീന്ദ്രൻ നായർ സാറിന് എന്റെ സ്പീച്ച് കേട്ടിട്ട് എന്നെ ഇഷ്ടമായി എന്ന് വിചാരിച്ചു. ഇഷ്ടമായില്ല. എന്ത് സ്പീച്ച് ഇത്? ഇപ്പൊ പ്രത്യേകിച്ചുള്ള കിട്ടിയില്ല, എന്ത് വെറുതെ എന്റെ സമയം കളഞ്ഞ അതൊരു ദേഷ്യം. എന്നോട് ക്ഷമിക്കൂല, വെറുതെ അവരെ വിളിച്ചു വരുത്തി. മൂന്നാളുടെ ഉള്ളിൽ സപ്പോസ് ഒരു കുഞ്ഞു ദേഷ്യം അങ്ങനെ കരുതി വിചാരിച്ചു, വെറുതെ അതിന്റെ ടൈമൊക്കെ പോയി അങ്ങനെയൊക്കെ വിചാരിച്ചു.
ഞാനിതൊന്നും അറിയാണ്ട് ഇവിടെ നിന്ന് ഭയങ്കര ഹാപ്പിയായി ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. ഒരു 4 ദിവസം കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോഴത്തേനും ഹായ് എന്റെ പേര് സാല പറഞ്ഞിട്ട് എന്റെ വീഡിയോ ആള് കാണുമ്പോൾ അതേ ദേഷ്യം മുന്നോട്ട് വന്നു അല്ലേ? ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ഇത് തന്നെയാണ് നമുക്ക് ഒരാളോട് വല്ലാത്ത ദേഷ്യം തോന്നി നമ്മൾ അധികം അവരെ കാണാൻ പോകൂല. പക്ഷെ നമ്മളുടെ ഉള്ളിലെ ഒരുപാട് നല്ല സമയം അയാളോട് ദേഷ്യം, അതായത് അവനോട് നാല് പറയാമായിരുന്നു എന്നാൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തുല്ലോ, ഇത് ആലോചിച്ച് കളയും. ക്ഷമിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ കണ്ണടച്ച് വിശ്വസിച്ച ആൾക്കാര് നമ്മളെ ചതിച്ചാല് പറ്റിച്ചാല് സഹിക്കാൻ പറ്റൂല. പക്ഷെ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ലൊരു ഫ്ലവർ ബാസ്കറ്റ് കേട്ടോ, ഒരു നല്ല ഫ്ലവർ ബാസ്കറ്റ്, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു പൂക്കളുടെ ഇടയില് ഒരു പൂവ് കേടായിട്ടുണ്ടെന്ന് വിചാരിച്ചോ, പതിയെ മറ്റു പൂക്കളും അതിന്റെ ചുറ്റുള്ളത് പെട്ടെന്ന് കേടായി തുടങ്ങും അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഒരു ചീത്ത കാര്യം വെച്ചിട്ട് ബാക്കി ഞാൻ കംപ്ലീറ്റ് നല്ലത് ആലോചിക്കുമെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളുടെ വീട്ടിലെ അടുക്കളയിലെ കച്ചറ ബാസ്കറ്റ് നമ്മൾ ഡെയിലി വൃത്തിയാക്കിയില്ലെങ്കിൽ കിച്ചൺ എത്ര വൃത്തിയാക്കിയ കാര്യമുണ്ടോ? ദിവസം നിങ്ങൾ ഉറങ്ങണേക്കാട്ടി മുമ്പ് ഇപ്പൊ ഇന്നിവിടെ ഇരുന്നിട്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, ഞാൻ ഭയങ്കര വലിയ ആളായി വിചാരിച്ചിട്ട് കാര്യമില്ല. ഡെയിലി രാത്രി ഉറങ്ങണേക്കാട്ടി മുമ്പ് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത്? ഞാൻ ഇന്ന് ആരോടെങ്കിലും ഒക്കെ തെറ്റായി പെരുമാറിയോ? പറ്റാണെങ്കിൽ ഇന്ന് ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് എന്റെ മറ്റേ കൊളീഗിനൊക്കെ ചൂടായി വൈകിട്ടൊരു മെസ്സേജ് അയക്കാം, എടാ എന്നെ ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്ന് പറഞ്ഞതാട്ടോ, സാറില്ല വിട്ട് കളയുന്നു. അയാൾക്ക് എന്താ ആശ്വാസമായി ഉണ്ടാവും അറിയോ? നമുക്കങ്ങനെ പറഞ്ഞതൊക്കെ ഉള്ളിൽ വരും. പക്ഷെ നമ്മൾ ഈഗോ വേണ്ടട്ടോ, വെറുതെ ആരുടെ മുന്നിൽ ചെറുതാവൂട്ടാന്ന് പറയും. നോ, നമ്മളൊരു ആളുടെ മുന്നിൽ പോയി സോറി പറയുമ്പോ നമ്മൾ വലുതാവുകയാണ്, ചെറുതാവുകയല്ല. ഒരാളോട് നിങ്ങളോട് ക്ഷമിക്കണോട്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ വലുതാവാണ്, ചെറുതാവല്ല. നമ്മൾ എത്രത്തോളം നമ്മുടെ ഹാർട്ട് ലൈറ്റ് ആവുമോ അത്രത്തോളം പറക്കാൻ പറ്റും നമുക്ക്. എന്നാൽ മാത്രമാണ്, അതായത് ഫോർഗീവ്നെസ് കഴിയാണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു. ഈ നിമിഷം ഞാൻ ഇത്രയും, അതായത് ഇപ്പൊ ഇവിടെ സപ്പോസ് ഒരു 15,000 ഏൺ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. ഈ 15,000 ഏൺ ചെയ്യുന്ന ആള് ഇതിനു മുമ്പ് ഒന്നും ഇല്ലെങ്കിൽ ഈ 15,000 നമ്മൾ താങ്ക് യു പറയണ്ടേ? കറന്റ്ലി നിങ്ങൾ എന്താണോ എങ്ങനെയാണോ അതിന് നിങ്ങൾ താങ്ക്ഫുൾ ആവുമ്പോ, നന്ദി പറയുമ്പോ നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ മൈൻഡ് ഇതിന് കൂടുതൽ ഉണ്ടാക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്രശ്നം, ഞാൻ 15,000 ഉണ്ടായപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾ നോക്കിയപ്പോ ഓൺ 20 ഉണ്ടാക്കി. ഓൺ 20 ഉണ്ടാക്കിയോണ്ട് എനിക്ക് 15 എൻജോയ് ചെയ്യാൻ പറ്റില്ല. ലൈഫിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, അതായത് നമ്മൾ കാണുന്ന ചുറ്റൊക്കെ എലൻ മസ്ക് റിച്ചസ്റ്റ് മറ്റേ അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറയുന്നത് കുറെ പൈസ ഉള്ള ആൾക്കാരെ കാണിച്ചു വരും. ഞാൻ വിശ്വസിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ളത് പൈസ ഉണ്ടാക്കുന്നതിലല്ല, അർത്ഥവത്തായ ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. 20,000 രൂപ ഉണ്ടാക്കുന്ന ഒരാളുടെ ചെലവ് 10,000 രൂപയാണെങ്കിൽ അത് റിച്ചല്ലേ? ഞാൻ 10 ലക്ഷം സമ്പാദിച്ചിട്ട് 15 ലക്ഷം എനിക്ക് മാസം എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഞാൻ പൂവറല്ലേ? നിങ്ങളെ പൂവർ വിളിച്ചൊക്കെ മൊത്തം അങ്ങോട്ടോട് നോക്കി നോക്ക്. നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ 4 ലക്ഷം 5 ലക്ഷം ചിലപ്പോ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് EMI അടക്കാവുന്നത് 10 ലക്ഷം ആയിരിക്കും. നമ്മൾ ഒരു സൈഡ് മാത്രം കണ്ട് അസൂയപ്പെടുന്ന പോലെ വിഷമമൊക്കെ അറിയില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മളിപ്പോ നമുക്ക് പല ആൾക്കാർക്കും ഉണ്ടല്ലോ ചിരിക്കാൻ അറിയില്ല. സ്ട്രെസ് അടിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പോയെടുത്തൊരു
കോളേജിനെ കുറിച്ച് പറഞ്ഞില്ലേ? എൻ്റെ പല്ല് ആ കോളേജിൽ ആ സാറ് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു സാറായിരുന്നു. പോണേങ്ങാട്ടി മുമ്പ് ഞാൻ റിവ്യൂ എഴുതി തരാൻ പറഞ്ഞപ്പോ ആള് എഴുതിയ ഒരു സെന്റൻസ് എങ്ങും മറക്കില്ല. ഡിയർ ചൈൽഡ്, ആഫ്റ്റർ എ ലോങ് ടൈം, ഒരുപാട് കാലത്തിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കണത്. അത്രയധികം സ്ട്രെസ് അയാളുടെ ഉള്ളിൽ വെച്ചാണ് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന പല ആൾക്കാരും സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ സീരിയസ് ആയതുകൊണ്ടല്ല, അവർക്ക് ചിരിക്കാൻ പറ്റണില്ല, അവര് മറന്നുപോയി. അവര് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ പിടിച്ച് 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 അത് ഇറക്കി വെക്കാൻ പറ്റാണ്ടായി. നമ്മൾ നമ്മുടെ പാസ്റ്റ് നമ്മുടെ കൂടെ എടുക്കുമ്പോ, ഞാനിപ്പോ ഈ നടക്കുമ്പോണ്ടല്ലോ, ഈ കാലിന്റെ ഇവിടെ ഒരു 2 കല്ലങ്ങോട്ട് തൂക്കിയിട്ടിട്ട് നടക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എത്ര ബുദ്ധിമുട്ടുണ്ടാവും? ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ മേത്ത് ക്യാരി ചെയ്യുമ്പോൾ ഇതും ഇടിച്ചിട്ടാണ് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. വിട്ടുകള, പോയത് പോയി, ഉണ്ടാക്കാനുള്ള അതിന് വലുത. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക, പവർഫുൾ ആവുക. ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണേ. ദ സീക്രട്ട് ബൈ റോണ്ട ബ്രയൻ. അതിന്റെ മലയാളം ഉണ്ട് കേട്ടോ, എവിടെ വേണമെങ്കിലും കിട്ടും. എനിക്കറിയില്ല എവിടെ ഉണ്ടോന്നുള്ളത്, പക്ഷെ എവിടെ വേണമെങ്കിലും കിട്ടുന്ന ബുക്കാണ്. എന്റെ മൈൻഡ് സെറ്റ് ഏറ്റവും കൂടുതൽ മാറ്റിയൊരു പുസ്തകമാണ്. അതായത് എന്നോട് എല്ലാവരും പറഞ്ഞു, സഹല മോളെ ഈ പഠിക്കാൻ ഭയങ്കര മോശമാണ്. ഞാനും അത് വിശ്വസിച്ചു, ഞാൻ പഠിക്കാൻ ശ്രമിക്കാറില്ലായിരുന്നു. പിന്നെ എന്റെ വിശ്വാസം മാറി. ഇപ്പൊ ഞാൻ പഠിക്കാനുണ്ടല്ലോ, ഉഷാറിച്ചുണ്ടല്ലോ, വേറെ ലെവല. ഒരു ബുക്കൊക്കെ എനിക്ക് കിട്ടിയാൽ ഒരു ദിവസം ഫുള്ളി ഞാൻ വായിക്കും. പണ്ട് എന്റെ പാരന്റ്സ് ഒക്കെ വായിക്കുമോളെ എന്നൊക്കെ പുറകെ നടക്കുമ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്, മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നന്നാവൂല. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ ശരിയാണ് എന്ന് തോന്നി നിങ്ങൾ അത് പ്രവർത്തികമാക്കുമ്പോൾ മാത്രമാണ് മാറുള്ളൂ. എന്റെ തടി ഉറപ്പിക്കാൻ വേണ്ടി എന്റെ പാരന്റ്സ് ഗെയിമിന്റെ ട്രെഡ്മില്ലിൽ നടത്തുമായിരുന്നു. ഞാൻ നല്ല തടി കൂട്ടിയായിരുന്നു ചെറുപ്പം മുതലേ. ഞാൻ ട്രെഡ്മില്ല് ഓൺ ചെയ്ത് വെച്ച് മാറി ഇരുന്നിട്ട് പ്രതിഷേധം അറിയിക്കുമായിരുന്നു. ട്രെഡ്മില്ല് ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാക്കും, അരമണിക്കൂർ. ചെറിയ കുട്ടിയാകുമ്പോൾ, അതായത് 10th പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ തീരുമാനിച്ചപ്പോ ഞാൻ ഒറ്റക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മളെ ഒരാള് നിർബന്ധിച്ചത് കൊണ്ട് പോളിസി വിൽക്കും സാറ് പറഞ്ഞത് കാര്യമില്ല. പോളിസി വിൽക്കേണ്ടത് അവരുടെ ആവശ്യമാക്കി മാറ്റി. എങ്ങനെ? ഇനി നിങ്ങൾ പോളിസി എടുക്കേണ്ടത് കസ്റ്റമേഴ്സിന്റെ ആവശ്യമാക്കി മാറ്റി. എങ്ങനെ? നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും പോളിസി എടുക്കേണ്ട ആവശ്യമില്ല. ആ പോളിസി എടുത്തതിന്റെ ബെനിഫിറ്റ് അവർക്ക് തന്നെ കിട്ടണില്ലേ? അവർക്കാണല്ലോ കിട്ടണത്. അതിനൊരു ഏതു ആവുക മാത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ പൊസിഷൻ എന്താണ് എന്നത് ക്ലിയർ ക്ലാരിറ്റി വേണം. മറ്റുള്ളവർ കളിയാക്കിയാലോ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലോ വീട് പോവരുത്. കാരണം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ചെയ്യണോണ്ടാണല്ലോ നിങ്ങളോട് അസൂയ വന്നത്. വ്യക്തമായ ധാരണ ഞാൻ ആര് എന്ന് എന്നെ കുറിച്ച് എനിക്കില്ലെങ്കിൽ മറ്റുള്ളവർ പറയണത് നമ്മൾ കേട്ടത് വിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ അത് വെച്ച് ജീവിക്കാൻ തുടങ്ങും. എനിക്ക് എന്നെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സാധനങ്ങളൊക്കെ പഠിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? പഠിക്കാറുണ്ടോ? നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഞാൻ സിമ്പിളായിട്ട് ഒരു കുഞ്ഞ് ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ആൾക്കാരും നിങ്ങൾ അടുത്തുള്ള ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ആരാണെങ്കിലും നിങ്ങൾക്ക് തീരെ ഇഷ്ടമുള്ള ആൾക്കാരെ ഇരിക്കണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, അറിയാത്ത ആൾക്കാരായിക്കോട്ടെ, മുഖത്തേക്ക് നോക്കിയിട്ട് നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന 2 ക്വാളിറ്റികൾ പറയുക. എക്സാമ്പിൾ, ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ല സ്മാർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പവർഫുൾ ആവാൻ പറ്റൂട്ടോ,
രണ്ട് കാര്യങ്ങള് നിങ്ങളുടെ അടുത്തുള്ള ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പറയാം. ആത്മാർത്ഥമായിട്ട് പറയാം. മുഖത്ത് നോക്കുമ്പോ തോന്നുന്ന കാര്യം കുറ്റം പറയുന്നുണ്ട്. എനിക്ക് തോന്നിയാൽ മുഖത്ത് നോക്കുമ്പോ എന്തെങ്കിലും മുഖത്ത് ആ കുരുവാണോ എന്തൊക്കെ പറ്റി ചോദിക്കുന്നില്ല. ഞാൻ ചോദിച്ചു. ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഒരു 1 മിനിറ്റിന്റെ ആക്ടിവിറ്റിയാണ്. പരസ്പരം listen. വെറുതെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയല്ല, കണ്ണിലേക്ക് നോക്കിയിട്ട് പറയണേ. കണ്ണിലേക്ക് നോക്കിയിട്ട് പറയണേ. ഒരു ഷെയ്ക്കാണ്ടൊക്കെ കൊടുത്തിട്ട് പറഞ്ഞോ. പറഞ്ഞു പറഞ്ഞോ. ആ പറഞ്ഞു. കുറെ ഉള്ളത് രണ്ട് ക്വാളിറ്റിയിൽ പറയാൻ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക. പറഞ്ഞോ. ഇനി ഈ അപ്പുറത്തെ ആള് പറഞ്ഞപ്പോ കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിയ ആൾക്കാരൊക്കെ കൈപ്പൊക്കെ സന്തോഷം തോന്നിയോ അല്ലേ? ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് ലൈഫിൽ എപ്പോഴും ഈ സങ്കടമോ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരാൾ, നിങ്ങൾ എല്ലാവരും മുഖത്ത് ഇപ്പോഴുള്ള ചിരി ഉണ്ടല്ലോ, ഉള്ളി തട്ടിയിട്ടുള്ള സന്തോഷമാണ് നമുക്ക്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്വാളിറ്റി തിരിച്ചറിയാറില്ല. നമ്മൾ നമ്മുടെ കുഴപ്പങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ എനിക്ക് ഡിസ്ലെക്സി ഉണ്ട്, എഴുതാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഇനിയിപ്പോ ഇവിടെ ഒരു ബോർഡ് കൊടുന്ന് വെച്ചാല് ഞാനത് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാല് നിങ്ങൾക്ക് എന്നെ കളിയാക്കാൻ പറ്റൂല. കാരണം എന്റെ കുറവ് ഞാൻ സമ്മതിച്ചു അല്ലേ? നമ്മളെല്ലാവരും എന്താ ചെയ്യാന്നറിയോ? നമുക്ക് എല്ലാവർക്കും ചില കുറവുകളുണ്ട് അല്ലേ? ഈ കുറവുകൾ മറച്ചു വെക്കാൻ ശ്രമിക്കും. നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ കുറവ് മറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ നമ്മുടെ കഴിവുകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കുറവുകൾ നമ്മള് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യാല് അതവിടെ ഉണ്ട്. ലെറ്റ് മീ ഫോക്കസ് ഓൺ വാട്ട് ഐ ക്യാൻ ഡു. നിക് വിജൂസിക് എന്നൊരാളറിയോ? നിക് വിജൂസിക് അറിയോ? 2 കൈകളും 2 കാലുകളും ഇല്ലാത്തൊരു മനുഷ്യനാണ് നിക് വിജൂസിക്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടപ്പോൾ ട്രാൻസ്ഫോം ചെയ്തൊരു കഥയാണ് കേട്ടോ ഞാൻ പറയട്ടെ. ഈ നിക് വിജൂസിക് 2 കൈയും ഇവിടെ മുതൽ 2 കൈയും ഇല്ല, 2 കാലും ഇവിടെ മുതലില്ല. ഒരു 12 വയസ്സുള്ളപ്പോ ഇവനെ നോർമൽ സ്കൂളിൽ വിട്ടപ്പോ എല്ലാവരും കളിയാക്കി, റാഗ് ചെയ്തു. നിന്നെ കൊണ്ട് എന്തിനാ പറ്റുക, നീ എന്തിനാ ജീവിച്ചിരിക്കണം എന്നൊക്കെ ചോദിച്ചു. ഒരു ഭയങ്കര വിഷമായി. ഇവന് വീട്ടിൽ വന്നിട്ട് ടപ്പിൽ ചാടി, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ടപ്പിലേക്ക് ചാടി. കുറച്ചു നേരത്തിനുള്ളിൽ ഭാഗ്യവശാൽ അച്ഛൻ വന്നിട്ട് രക്ഷിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ നിനക്ക് ജീവിതത്തിൽ 2 കാര്യം ആകെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ജീസസിന് നിനക്ക് പഠിച്ചുകൊണ്ടിരിക്കാം, ബിക്കോസ് ക്രിസ്ത്യൻ. ദൈവം നിനക്ക് തരാത്ത 2 കൈകളും കാലുകളെ ആലോചിച്ച് എന്നെ എന്തിനിങ്ങനെ ആക്കി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ആലോചിച്ച് ദൈവത്തിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ദൈവം തന്ന ബാക്കി ശരീരത്തിനും കണ്ണും മൂക്കും വായക്കും വേണ്ടിയിട്ട് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കാം. നിക് വിജൂസിക്കിന്റെ ജീവിതം അന്ന് മാറി. അത് കേട്ടത് മുതൽ എന്റെ ജീവിതവും മാറി. ഏറ്റവും രസം അറിയോ? അയാൾ ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പീക്കർ ആണ് കേട്ടോ. അയാൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഭാര്യയും 3 മക്കളും ഉണ്ട് കേട്ടോ. ഏറ്റവും രസം എന്താ പറയുക, ഞാൻ ഇയാളുടെ കഥ കേൾക്കുമ്പോൾ ഒരു 28 വയസ്സൊക്കെ. അപ്പൊ ഞാൻ എല്ലാ സ്റ്റേജിലും പോയിട്ട് പറയും, ഒരു ദിവസം ഞാൻ നിക്കിനെ മീറ്റ് ചെയ്യും, നിക്കിനെ നേരിട്ട് കാണും, ഒരുമിച്ച് ഫോട്ടോ എടുക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കും അവളെങ്ങനെ കാണാനാണ്, അയാൾ അമേരിക്കയിലുള്ള വലിയൊരാള്. രസം എന്താ വെച്ചാൽ 2021 നിക്ക് ദുബായിൽ വരുന്നുണ്ട്, ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ദുബായിൽ വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാല നിക്ക് ദുബായിൽ വരുന്നുണ്ട്, പക്ഷെ ഒരു ടിക്കറ്റിന്റെ നിക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ടിക്കറ്റിന്റെ വില 3000 ദിർഹം. 3000 ദിർഹം വിൽ കം ടു 60-70,000 റുപ്പീസ് വരും, പ്ലസ് ടിക്കറ്റും ചാർജും ഒക്കെ കൂടിയിട്ട്.
അപ്പൊ ഞാൻ അപ്പത്തെ ഒരു സാഹചര്യത്തിൽ അത് അഫോർഡബിൾ അല്ല. അപ്പൊ ഞാൻ പോവണ്ടെന്ന് വിചാരിച്ചു. ഇത് കണ്ടക്ട് ചെയ്യണ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് സാർ എപ്പോഴും പറയാൻ വേണ്ടി എനിക്കിനെ കാണാമെന്നുള്ളത്, നീ ഒരു കാര്യം ടിക്കറ്റ് ഞാൻ ഫ്രീ ആയി തരാം, നീ ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞു. അവിടെ പോയി 10,000 പേരുടെ സ്റ്റേജില് മുന്നിലിരുന്ന് ആ പ്രോഗ്രാം കേട്ടു, നിക്കിന്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു, സംസാരിച്ചു. അപ്പൊ ഞാൻ ഈ സ്വപ്നം കാണുന്ന സമയത്ത് എനിക്ക് നിക്കിന്റെ കുറെ വീഡിയോസ് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്റെ സ്വപ്നം വളരെ തീവ്രമായി. ഐ ഹാഡ് എ ക്ലാരിറ്റി, എനിക്കത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നമുക്ക് ഏതൊരു കാര്യവും നമ്മളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വ്യക്തമായ ധാരണ, എഴുതി വെക്കണം, വിഷൻ ബോർഡ് ഉണ്ടാക്കണം. ഇനി ഈ എല്ലാ കൊല്ലമുണ്ട് ജാനുവരി ആൾക്കാർ നന്നാവലുണ്ട്. ജാനുവരി 1-ാം തീയതി ഉള്ളത് നന്നാവലുണ്ട്. ജിമ്മുകാരൻ കോടികൾ ഉണ്ടാക്കുന്നത് ജാനുവരി 1-ാം തീയതി മുതലേ നടക്കാൻ പോകുന്നത്. നടക്കില്ല. 1-ാം തീയതി നടക്കും, പക്ഷെ ഒരാഴ്ചയിൽ നടക്കും. നന്നാവണമെങ്കിൽ ഇന്ന് രാത്രി നന്നാവും. ഒരു ഡേയും തീരുമാനിച്ച് നമ്മൾ നന്നാവൂല. ഈ നിമിഷം ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് കുറച്ച് കാലമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തു. മിനിഞ്ഞാന്ന് എനിക്ക് രാവിലെ 6 മണിക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, സാർ ഇന്നിപ്പോ വർക്ക്ഔട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് കണ്ണാടി പോയി നോക്കിയപ്പോ സഹല ഇന്ന് ഈ പോയില്ലെങ്കിൽ സ്ഥിരമായിട്ട് പോകില്ല കേട്ടോ, എന്തിന്റെ റിഫ്ലക്ഷൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓടി. കൺസിസ്റ്റൻസിക്ക് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഈസി അല്ല. ഇനി ഈ ലോകത്തുണ്ടല്ലോ ഒരാള് വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഗോള് പറയുകയാണെങ്കിൽ നിങ്ങളെ മൊത്തം അനുസരിപ്പിച്ച് വൃത്തിക്ക് ചെയ്യിപ്പിച്ച് ആ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ലോകത്ത് ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഒരേ ഒരാളാരെന്ന് അറിയണം, ആ എന്നെ എനിക്ക് തിരുത്താൻ പറ്റിയാൽ ലൈഫ് വേറെ ലെവലാണ്. നമ്മളുടെ മനസ്സാണെങ്കിൽ നന്നാവാതിരിക്കാനുള്ള കുറേ കാരണം ഇങ്ങോട്ട് തന്നെ തരും. നമ്മുടെ മനസ്സ് നമ്മൾ നന്നാവാതിരിക്കാനുള്ള മോട്ടിവേഷൻ സ്പീച്ച് ഇങ്ങോട്ട് തരും. നമ്മൾ എത്ര ട്രൈ ചെയ്തതാടാ, നമുക്കത് പറ്റൂലടാ, വെറുതെ ട്രൈ ചെയ്യണ്ടടാ. കാരണം മൈൻഡിന് മടിയാണ്. അതിന് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചാൽ മതി, എന്നാലും ഇന്ന നിലക്ക് എല്ലാവരും കാട്ടിയില്ലേ. ഇപ്പൊ പലപ്പോഴും എന്നോട് ഹസ്ബൻഡ് വൈഫ് കോർപ്പറേറ്റ്സിലൊക്കെ ക്ലാസ് എടുക്കാൻ പോണ സമയത്ത് ഹസ്ബൻഡ്സ് പറയാറുണ്ട്, വൈഫ് വീട്ടിൽ തീരെ സ്വയം തരുന്നില്ല. വൈഫോട് പറയാറുണ്ട്, ഹസ്ബൻഡ് എന്നെ തീരെ മനസ്സിലാവണ്ട. ഞാൻ ചോദിക്കും, നിങ്ങൾ തമ്മില് എത്ര കാലം ഒരുമിച്ചു? 25 വർഷമായി ഒരുമിച്ചു. എത്ര ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്? നമ്മൾ ഒരുമിച്ചല്ലേ. ഒരു 10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് ഹസ്ബൻഡിനോട് ഇരുന്ന് സംസാരിക്കാറുണ്ടോ? കുറ്റം പറയാനല്ല കേട്ടാ, എടാ മനുഷ്യൻ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നല്ല, അപ്രിഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് ഇന്ന വർക്ക് ചെയ്യാൻ പറ്റി. അതിന് വേണം പറയാൻ ഒരു ക്വാളിറ്റി പോലും ഇല്ല. ക്വാളിറ്റി നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. സപ്പോസ് എന്റെ ഹസ്ബൻഡ് പറയാൻ വിചാരിച്ചു, ഞാൻ അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കുന്നു പറയാറുണ്ട് കേട്ടോ, ഡെയിലി ചായ ഉണ്ടാക്കണ്ടേ? ഉത്തരവാദിത്തമായി മാറിയില്ലേ? ഇല്ലേ? നമ്മൾ എന്ത് അപ്രിസിയേഷൻ കൊടുക്കുമോ നമുക്ക്, അതായത് എന്റെ ഭർത്താവ് ഒരു നല്ല ഭർത്താവാണ് എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ ആഗ്രഹിച്ച പോലെ മനുഷ്യൻ മാറി തുടങ്ങും പതിയെ. നമ്മൾ നമ്മുടെ വൈഫ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഉപ്പില്ലാത്തത് മാത്രം പറയാണ്ട് ടേസ്റ്റ് ഉള്ളപ്പോഴും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളെ ചിക്കൻ ബിരിയാണി. ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും എന്ത് ഇന്നലെ സാമ്പാർ ഉണ്ടായിരുന്നു, അതും കൂടി ഇല്ല, ചട്നി മാത്രമാണ്, അപ്രിസിയേഷൻ ഇല്ല. നമ്മൾ ഇതെന്താ പറയുക, നമ്മുടെ മക്കൾ ഇതൊക്കെയാ കണ്ടു വളർന്നത്. നമ്മൾ എത്രത്തോളം നമ്മുടെ വീട്ടിൽ അപ്രിസിയേഷൻ കൊടുക്കുമോ, സ്വയം അപ്രിഷിയേറ്റ് ചെയ്യുമോ? കാരണം ചില വീടുകളൊന്നും അത്ര ഈസി ഒന്നും ആവില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാവും. 25 വർഷമൊക്കെ ഇല്ലേ നമ്മൾ പരിപാടി തുടങ്ങിയിട്ട്. പക്ഷെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പുറത്തെ ആള് ഇതിന്റെ പ്രശ്നം ചെയ്യാൻ ഒരു 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഹസ്ബൻഡിന് വൈഫ് മാറുന്നത് ഭയങ്കര ആഗ്രഹം. പക്ഷെ വൈഫ് ഇയാള് മാറുന്ന തീരുമാനിച്ചിട്ടുണ്ടാവും. ഇയാളിനി മാറൂല, എങ്ങനെയൊക്കെ പോട്ടെ. നോ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ സ്പൗ ആവണം. ഇതെന്തിനാ പറയണെന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ പോളിസി എടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവണം. നിങ്ങൾ ഹാപ്പി ആവണമെങ്കിൽ നിങ്ങളുടെ വീട് ഹാപ്പി ആവണം. നിങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ സമാധാനം വേണം. വീട്ടിലേക്ക് പോവാൻ കൊതിയാവണം. അവിടെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കാത്തിരിക്കണം. നമ്മൾ അറിയാതെ നമ്മൾ ശീലിച്ചു പോയ കുറെ സാധനമാണ്. ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടല്ല, ഇതിന് കുട്ടികളുടെ കുറ്റം മാത്രം പറഞ്ഞ് കുട്ടികളെ തന്നെ വിശ്വസിക്കുക. ഈ കുട്ടികളൊന്നും കൊള്ളൂല. അപ്പൊ നല്ല വികൃതിയുള്ള കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടിട്ട് പറയുകയും അത് ഭയങ്കര വികൃതിയാണ്. ആ പറയുന്ന കുട്ടിക്ക് ലൈസൻസ് കൊടുക്കുന്ന പോലെ വികൃതി കാട്ടാൻ. എനിക്ക് സത്യത്തിലൊരു വികൃതിയുള്ള ചെക്കൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കുട്ടി നല്ല മോനെ, ഒരു വികൃതി കാട്ടൂല. അപ്പൊ അവനെന്തായി? ആൾക്കാർ വരുമ്പോഴേക്കും നമ്മൾക്ക് എന്താണ് ക്വാളിറ്റി അവരിൽ ട്രെയിൻ ചെയ്യേണ്ടത്, ആ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ കൊളീഗ്സിലൊക്കെ ഞാൻ കാണുന്ന പ്രശ്നമാണ്, എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ കളിയാക്കുന്നു, എനിക്ക് വിഷമം വരുന്നു എന്നൊക്കെയുള്ള സാധനങ്ങൾ. നമ്മളെപ്പോഴും നമ്മളെ ആൾക്കാർ കളിയാക്കാന്ന് അറിയുമോ? ഈ കളിയാക്കൽ നമുക്ക് കൊള്ളുമ്പോ ഒരാൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വിഷമം വരികയെന്ന് വിചാരിച്ചോ, വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞോണ്ടിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യണില്ല എന്ന് വിചാരിച്ചോ, പറയൂല. നമ്മളുടെ ക്വാളിറ്റി ബിൽഡ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ എന്നുള്ള വ്യക്തമായ ധാരണകൾ ഉള്ളിലുണ്ടാവും. എല്ലാ തമാശക്കും നമ്മൾ ചിരിക്കണ്ട. പല ആൾക്കാരെ കൊണ്ട് കളിയാക്കിയിട്ട് പറയും തമാശ പറഞ്ഞല്ലേ, ചിരിക്കാണ്ടതിൽ നോക്കിങ്ങനെ പിന്നെ ആ തമാശ. നമ്മൾ എത്രത്തോളം നമ്മളെ സെൽഫ് റെസ്പെക്ട് ചെയ്യുമോ അത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യും. പിന്നെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് നമ്മളുടെ കുറ്റം കൊണ്ടോ നമ്മളുടെ സ്വഭാവം കൊണ്ട് മാത്രം കേട്ടോ, അവരുടെ കൾച്ചർ അവർ കാണിക്കും. എന്നാലും എന്നെ കുറിച്ച് ഇങ്ങനൊക്കെ പറഞ്ഞില്ലേ, നോ, അവൻ അങ്ങനെയാണ് പറയാൻ പഠിച്ചിട്ടുള്ളത്. ഒരു 7 വയസ്സായ കുട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പച്ച തെറി പറയണ്ട. എനിക്ക് ആ വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാവണ്ട. ഞാൻ ആ കുട്ടീനെ അടുത്ത് വിളിച്ചിട്ട് കുഞ്ഞിനെ എങ്ങനെ ഇത് അതിന് വിഷമമില്ല, പറയുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല, അതിന്റെ മമ്മയും ഡാഡി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടോ മക്കളെ കെയറിങ് വേണം, ഷെയറിങ് വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ, നല്ല കുട്ടികളാണ്. അത് നമ്മൾ ഇതിന്റെ അപ്പുറത്തെ വീട്ടിൽ ആളെ കുറ്റം പറയാൻ വേണ്ടി ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുകയല്ല നമ്മൾ ഷെയറിങ്. നമ്മൾ കുട്ടികളെ ഒന്നും പഠിപ്പിക്കണ്ട, നമ്മൾ നന്നായ മാത്രം. അവരിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പഠിക്കണം. കാരണം അവരിൽ അതിന് കൂടി ക്വാളിറ്റീസ് വരും. ഇനി നമ്മുടെ മൈൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ റിയാലിറ്റി ആക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ, അതായത് ഒരു എക്സസൈസ് പറഞ്ഞോ. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പറയാം. ഏറ്റവും രസം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് മനുഷ്യന്മാരുണ്ടല്ലോ, നമ്മുടെ മനുഷ്യർക്ക് നമ്മുടെ ബോഡിയിൽ ഒരു എനർജി ഉണ്ട്, ഒരു ഓറ ഉണ്ട്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ ചോര പോകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അങ്ങനത്തെ ഒരു ഗോൾഡൻ കളർ ലൈറ്റ് പോകുന്നത് വിചാരിച്ചു. ഇറ്റ്സ് എ ഓറ, ഇറ്റ്സ് എൻ എനർജി. നമുക്ക് ചില ആൾക്കാരോട് തോന്നുന്ന ഇഷ്ടവും ചില ആൾക്കാരോട് തോന്നുന്ന ദേഷ്യവും ഒക്കെ എനർജിയുടെ പേരിലാണ്. ഏറ്റവും രസം വെച്ചാൽ 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്ന ഒരാളുടെ ബോഡിയിലത്തെ എനർജി ലെവൽ ഭയങ്കര അടിപൊളിയായിരിക്കും, ഹൈ എനർജി ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മള് ഈ ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറില്ലേ? നമ്മളെ കുട്ടികളോട് മാത്രമല്ല ഇഷ്ടം തോന്നും, ഏതൊരു കുഞ്ഞു കുട്ടീനെ കാണുമ്പോഴും അവരോട് ഇഷ്ടം തോന്നും, വാത്സല്യം തോന്നും. അവരെടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. കാരണം ഈ കുഞ്ഞു കുട്ടിക്ക് ഹൈ എനർജിയാണ്. കാരണം അതിന് അസൂയല്ല, സങ്കടമല്ല, സ്ട്രെസ് ഇല്ല, ഗോളും ഇല്ല, ഒന്നുമില്ല. അതിനാ പ്രസന്റ് മൊമെന്റ്. അടിച്ചാലും കരച്ചിലും
നാക്കലും ആണ് പോയി അല്ലേ? ആ എനർജി ലെവൽ ഭയങ്കര ഹൈ ആണ്. ഇതേപോലെ തന്നെ ഒരു 85 ഒക്കെ ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാരുടെ പോയിരിക്കുമ്പോഴും വി ഫീൽ ദ എനർജി. ഭയങ്കര സന്തോഷം തോന്നില്ല? നല്ല പ്രായമുള്ള ആൾക്കാര്, പ്രായമുള്ള ഒരു അമ്മ അച്ഛനൊക്കെ പറഞ്ഞാൽ അവര് ചിരിച്ചിരിക്കുന്ന കാണുമ്പോ, കാരണം അവര് ഹാപ്പിയാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ആൾക്കാരെ കാണുമ്പോ അവരുടെ ഓറ നാച്ചുറലി ഫിൽഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു എനർജി ലെവൽ ഒരു 8 hours കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സും ലൈഫ് സ്റ്റൈലും ഒക്കെ കാരണം താഴേക്ക് പോകും. മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ എനർജി ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യാൻ പറ്റും കോൺഷ്യസ് ആയിട്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ആണ്. ഒരു 5 മിനിറ്റിന്റെ മെഡിറ്റേഷൻ ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്നത് വരെ എനിക്ക് ആ ഡോറ് തുറക്കാൻ പാടില്ല, ക്ലോസ് ആയിരിക്കും. ഒരു 5 മിനിറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാം. ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ ഫോർ നെക്സ്റ്റ് 5 minutes. തുറക്കം ചെയ്യരുത്, അടക്കം ചെയ്യരുത്. പുറത്തേക്ക് പോകണ്ട, അകത്തേക്ക് വരണ്ട. നമുക്ക് ആ ഒരു ഓവർ ആ ഫീൽഡ് ഒന്ന് ക്ലോസ് ആയിരിക്കാനാണ്. ആ 2 ഡോറും ഒന്ന് ആരെങ്കിലും ഒന്നൊന്ന് നോക്കണേ. ആ 2 ഡോറും ഓക്കെ. ഞാനിപ്പോ പറയാൻ പോകുന്നത് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് കേട്ടോ. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ മനസ്സിലൊന്ന് കാണണം, കണ്ണടച്ചിട്ട് കാണണം. കണ്ടാൽ മാത്രം മതി. ഓക്കെ. ഇനി കണ്ണടക്കാൻ പറഞ്ഞാല് കണ്ണടച്ചിരിക്കുക. അപ്പുറത്തെ ആള് കണ്ണടച്ചോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണ്ട, ഞാൻ ചെക്ക് ചെയ്തോളാം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും കണ്ണ് തുറക്കണ്ട, 5 മിനിറ്റ് സുഖമായി ഉറങ്ങിക്കോളും. ഓക്കെ? എഗ്രി? ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് മൈൻഡിൽ കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ആവുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. ബാഗുകൾ പറ്റുകയാണെങ്കിൽ താഴേക്ക് വെക്കുക, പറ്റുകയാണെങ്കിൽ താഴെ വെക്കുക. ആരും എടുക്കൂല, എല്ലാരും കണ്ണടച്ചിട്ടാണ്. കൈകള് നിങ്ങളുടെ മടിയില് ഇങ്ങനെ വെക്കുക. ഈ ഒരു ലെവലില് എനർജി ഫ്ലോ ചെയ്യാനാണ്. ഡോർസ് എല്ലാം ക്ലോസ് ആവണത് പിന്നെ തുറക്കരുത് കേട്ടോ. ഇനി തുറക്കരുത്, ഓൾ ഡോർസ് ക്ലോസ്ഡ്. ഈ 5 മിനിറ്റിന് നോ എൻട്രി. എന്തോ നമ്മളോട് ഭയങ്കരമായ കാര്യം ചെയ്യണം അവർ വിചാരിക്കട്ടെ. കണ്ണടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് ജസ്റ്റ് ഫീൽ ചെയ്യുക കേട്ടോ. മൊബൈൽ ഫോൺസ് ഒക്കെ താഴെ വെക്കണേ, വീഡിയോസ് എടുക്കരുത്. ആ വീഡിയോസ് നിങ്ങളെടുത്തോ, ആൾക്കാരെടുക്കണം. ക്ലോസ് യുവർ ഐസ്. കണ്ണടക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും നിങ്ങളുടെ ഓൺ ഋതത്തിൽ വിടുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങളുടെ കാൽപാദത്തിലേക്ക് ശ്രദ്ധിക്കുക. റിലാക്സ് യുവർ ലെഗ്സ്. കാൽപാദങ്ങൾ റിലാക്സ് ചെയ്യുക. കാൽമുട്ടുകൾ റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ കാലുകൾ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യും. നിങ്ങളുടെ വയറ് ജസ്റ്റ് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ബോഡി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫീൽ ചെയ്യുക. നിങ്ങളുടെ ചെസ്റ്റ്, കൈവിരലുകൾ, കൈകൾ, ഷോൾഡർ റിലാക്സിങ്. ഷോൾഡർ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുക. കഴുത്ത്, ചുണ്ട്, മുഖം, മൂക്ക്, കണ്ണ്, ജസ്റ്റ് ഫീൽ യുവർ ബോഡി. താങ്ക് യു. എൻ്റെ ബോഡി ഭയങ്കര ഹെൽത്തിയാണ്. ഇനി മനോഹരമായ ഒരു മലയുടെ മുകളിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസിൻ്റെ ടൈമിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു മലയുടെ മുകളിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുക. കാറ്റ് വീശുന്നതായിട്ട് ഫീൽ ചെയ്യുക. കിളികളുടെ ശബ്ദം ഫീൽ ചെയ്യുക. ഒരു മനോഹരമായ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ
നിങ്ങൾ തന്നെ നിങ്ങളോട് ക്ഷമിക്കുക. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. എന്നോട് അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. എന്നെ വേദനിപ്പിച്ച എല്ലാ സിറ്റുവേഷനും ഞാൻ ക്ഷമിക്കുന്നു. ഇനി fill your heart with gratitude. Thank you. ഈ മനോഹരമായ മൊമെന്റിന് താങ്ക് യു. ഞാൻ എന്നോട് തന്നെ താങ്ക് യു പറയുന്നു. എൻ്റെ ചുറ്റുമുള്ള എന്നെ സഹായിച്ച് എന്നെ വേദനിപ്പിച്ച് എല്ലാവരോടും ഞാൻ താങ്ക് യു പറയുന്നു. ഞാൻ ഫേസ് ചെയ്ത ഓരോ പ്രശ്നങ്ങളും എന്നെ കൂടുതൽ മുകളിലേക്ക് കൊണ്ടുപോയതിന് ഞാൻ താങ്ക് യു പറയുന്നു. Now fill your heart with unconditional love. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ പൊന്നുപോലെ നോക്കും. എനിക്ക് എൻ്റെ ഫാമിലിയെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൊളീഗ്സ്, എന്നെ ഞാനാക്കി മാറ്റി എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാവരെയും എല്ലാ സിറ്റുവേഷനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ച് ഒരു മനോഹരമായ സ്വപ്നം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കരമായി ആഗ്രഹിച്ച ഒരു സ്വപ്നം മനസ്സിൽ കാണുക. തീവ്രമായി വ്യക്തമായി കാണുക. ഫീൽ ചെയ്ത് കാണുക. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുണ്ട് എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് കാണുക. താങ്ക് യു പറയുക. ആ മനോഹരമായ സ്വപ്നം ഒരു പിങ്ക് കളർ ബബിളിൻ്റെ അകത്തേക്ക് കാണുക. ഒരു കുമ്മളയുടെ അകത്തേക്ക് കാണുക. ഒരു മജന്ത കളർ കുമ്മളയുടെ അകത്തേക്ക് ആ സ്വപ്നത്തെ കാണുക. അത് നിങ്ങളുടെ കൈകളിൽ നിന്ന് യൂണിവേഴ്സിലേക്ക് പോകുന്നതായിട്ട് കാണുക. ആകാശത്തേക്ക്, സൂര്യൻ്റെ അകത്തേക്ക് പോകുന്നതായിട്ട് കാണുക. ഇനി ഒരു റൈറ്റ് ടൈം ആവുമ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളത് ഫീൽ ചെയ്യുക. ബ്രീത്ത് ഇൻ, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എൻ്റെ ശരീരവും മനസ്സും കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. എൻ്റെ ഓറ, എൻ്റെ എനർജി ഭയങ്കര പവർഫുള്ളാണ്. ഇനി താങ്ക് യു പറഞ്ഞ് കൈകൾ രണ്ടും പരസ്പരം റബ്ബ് ചെയ്ത് കണ്ണിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കുക.